Hi everyone, I am Raswana, കോട്ടക്കൽ മലബാർ പോളിടെക്നിക് കോളേജിലെ കെമിസ്ട്രി ലെക്ചറാണ്. പിന്നെ നമ്മുടെ ഫസ്റ്റ് സെമസ്റ്റർ എക്സാമൊക്കെ അടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് അപ്ലൈഡ് കെമിസ്ട്രിയിലുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും ക്വസ്റ്റ്യൻസും ഒന്ന് കവർ ചെയ്യാം. ഓക്കെ, നമുക്ക് ഇതിൽ മൊഡ്യൂൾ വൈസ് ആയിട്ടാണ് ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കും ക്വസ്റ്റ്യൻസും ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂൾ അറ്റോമിക് സ്ട്രക്ചർ ആൻഡ് കെമിക്കൽ ബോണ്ടിങ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, what are the postulates of Bohr atom model and give merits and demerits of Bohr model of atom. ഓക്കെ, ബോർ ആറ്റം മോഡൽ എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ പോസ്റ്റുലേറ്റ്സും മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഫസ്റ്റ് പോസ്റ്റുലേറ്റ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ സർക്കുലർ പാത്ത് ഓഫ് ഫിക്സ്ഡ് റേഡിയസ് ആൻഡ് എനർജി ഈസ് കോൾഡ് ഓർബിറ്റ് അല്ലെങ്കിൽ സ്റ്റേഷനറി സ്റ്റേറ്റ്സ്. അതായത് അക്കോർഡിംഗ് ടു ബോർ ആറ്റം മോഡൽ, നമ്മുടെ ആറ്റത്തിൻ്റെ സെൻട്രലൊരു ന്യൂക്ലിയസ്, ഈ ന്യൂക്ലിയസിന് ചുറ്റും ഒരുപാട് സർക്കുലാർ പാത്തുകൾ ഉണ്ടാവും. ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്? ഓർബിറ്റ്സ് അല്ലെങ്കിൽ സ്റ്റേഷനറി സ്റ്റേറ്റ്സ്. ഈ ഓർബിറ്റ്സിലാണ് ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത്. അതാണ് ഫസ്റ്റ് പോസ്റ്റുലേറ്റ്സ്. ഇനി സെക്കൻഡ് പോസ്റ്റുലേറ്റ്സ് അറിയേണ്ടത് എനർജി ഓഫ് ആൻ ഇലക്ട്രോൺ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ഒരു ഇലക്ട്രോണ് ഈ ഒരു ഓർബിറ്റിൽ ഇങ്ങനെ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ എനർജി ഒരിക്കലും ചേഞ്ച് ചെയ്യണില്ല. തേർഡ് പോസ്റ്റുലേറ്റ്സ് അറിയേണ്ടത് ദ എനർജി ഓഫ് ഇലക്ട്രോൺ ചേഞ്ച് ഓൺലി വെൻ ഇറ്റ് അബ്സോർബ് ഓർ എമിറ്റ് റേഡിയേഷൻ. അതായത് ഒരു ഇലക്ട്രോണിൻ്റെ എനർജി ചേഞ്ച് ചെയ്യൽ എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് ഒരു ഓർബിറ്റിൽ നിന്നും വേറൊരു ഓർബിറ്റിലേക്ക് ജമ്പ് ചെയ്യുമ്പോഴാണ്. അതായത് റേഡിയേഷൻസ് അബ്സോർബ് ചെയ്ത് കണ്ടോ അല്ലെങ്കിൽ എമിറ്റ് ചെയ്ത് കണ്ടോ അതെന്ത് ചെയ്യും, ഒരു ഓർബിറ്റിൽ നിന്നും വേറൊരു ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ ജമ്പ് ചെയ്യാം. അപ്പോഴാണ് ആ ഇലക്ട്രോണിൻ്റെ എനർജി ചേഞ്ച് ചെയ്യുള്ളൂ. ദെൻ ഫോർത്ത് പോസ്റ്റുലേറ്റ്സ് അറിയേണ്ടത് ദ സ്റ്റേഷനറി സ്റ്റേറ്റ്സ് ആർ നമ്പേഴ്സ് ലൈക്ക് n = 1, 2, 3 ഈസ് കോൾഡ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. അതായത് ഈ സ്റ്റേഷനറി സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ ഓർബിറ്റ്സ് നമ്മൾ n വെച്ചിട്ട്, സ്മോൾ n വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിൻ്റെ വാല്യൂസ് 1, 2, 3 എക്സ്ട്രാ അതൊക്കെ വരാം. അത് നമ്മൾ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയും. ഓക്കെ, ഇനി ഇതിന് ഒരുപാട് മെറിറ്റ്സും ഉണ്ട്, ഡിമെറിറ്റ്സും ഉണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് മെറിറ്റ്സ്, അതായത് ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി, അതുപോലെ തന്നെ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പെക്ട്രം, പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ എനർജി, ഇതൊക്കെ ഈ ഒരു മോഡലിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ മെറിറ്റ്സ്. ഇനി അതേപോലെ തന്നെ ഡിമെറിറ്റ്സ് ഉണ്ട്. അതായത് ആറ്റത്തിൻ്റെ വേവ് നേച്ചർ, അതുപോലെ തന്നെ കെമിക്കൽ ബോണ്ട്, അതുപോലെ തന്നെ രണ്ട് ഫിനോമിനാസ് ഉണ്ട്, സ്റ്റാർക്ക് ഇഫക്റ്റും സീമനിക് ഇഫക്റ്റും. ഇത് മൂന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു മോഡലിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അത് ഇതിൻ്റെ ഡിമെറിറ്റ്സ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ഡി ബ്രോഗ്ലി എന്നുള്ള സയൻറ്റിസ്റ്റാണ്. അതായത് ഡുവൽ നേച്ചർ ഓഫ് മാറ്റർ എന്ന് പറഞ്ഞാൽ ഒരു മാറ്ററിന്, ഡി ബ്രോഗ്ലി പറഞ്ഞിട്ടുള്ളത് ഒരു മാറ്ററിന് രണ്ട് നേച്ചർ ഉണ്ട്. ഒന്ന് പാർട്ടിക്കിൾ നേച്ചറും പിന്നൊന്ന് വേവ് നേച്ചറും. അതാണ് ഡുവൽ നേച്ചർ എന്ന് പറയുന്നത്, രണ്ട് നേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് നേച്ചറിനും കൂടി കണക്ട് ചെയ്തുകൊണ്ട് ഡി ബ്രോഗ്ലി ഒരു ഇക്വേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതാണ് ലാംഡ = h/mv. ഇവിടെ h എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, അതേപോലെ തന്നെ m എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടിക്കിളിൻ്റെ മാസ്, പിന്നെ v എന്ന് പറഞ്ഞാൽ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ നമ്മളോട് ഈ ഒരു പാർട്ടിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ നോക്ക്, റൈറ്റ് ദ ഡി ബ്രോഗ്ലി റിലേഷൻ ഫോർ എ മെറ്റീരിയൽ പാർട്ടിക്കിൾ ആൻഡ് എക്സ്പ്ലെയിൻ ദ ടേംസ്. ഇക്വേഷൻ എന്താണെന്ന് ചോദിക്കാം, അതിലുള്ള ഓരോ ടേംസും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. വേറൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം വരാം. ഇവിടെ നോക്ക്, കാൽക്കുലേറ്റ് ദ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഫോർ ആൻ ഇലക്ട്രോൺ മൂവിങ് വിത്ത് എ വെലോസിറ്റി 10⁴ m/s ഗിവൺ h = 6.625 × 10⁻³ kg m/s, മാസ് = 9.1 × 10⁻31 kg. ഓക്കെ, അപ്പോൾ നമ്മളോട് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത്, അതായത് ലാംഡ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഇക്വേഷന് എഴുതി നോക്കാം. ഓക്കെ, അതായത് ലാംഡ = h/mv ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ h എന്താണ്? 6.626 × 10⁻³ ആണെന്ന് തന്നിട്ടുണ്ട്, അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. അതുപോലെ തന്നെ മാസ് = 9.1 × 10⁻31 കിലോഗ്രാം
അതും ഗിവൺ ആണ്. പിന്നെ വി എന്ന് പറഞ്ഞാൽ എത്ര 10⁴ മീറ്റർ പെർ സെക്കൻഡ്, അതും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ലാംഡ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എഴുതേണ്ടത്. ആദ്യം നമ്മൾ ഇക്വേഷൻ എഴുതണം, പിന്നെ ഇക്വേഷനിൽ തന്നിട്ടുള്ള ഓരോന്നും എഴുതണം. അതിന് ശേഷം നമ്മൾ ഈ വാല്യൂസൊക്കെ ആ ഇക്വേഷനിൽ കൊടുക്കാം. ഓക്കെ, അപ്പം 6.626 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ 9.1 ഇൻറ്റു 10⁻31 ഇൻറ്റു 10⁴. അതായത് എച്ചിൻ്റെയും എമ്മിൻ്റെയും വിൻ്റെ വാല്യൂസ് നമ്മളിതിൽ കൊടുത്തു. ഇനി ഇതിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കാണുമ്പോൾ നമുക്ക് 7.28 ഇൻറ്റു 10⁻8 ആയിരിക്കും കിട്ടുക മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അതായത് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് impossible to determine both position and momentum of a moving particle simultaneously. അതായത് അക്കോർഡിംഗ് ടു ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, അതായത് ഒരു മൂവിങ് പാർട്ടിക്കിളിൻ്റെ കേസിൽ പൊസിഷനും മൂവ്മെൻറ്റും ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് സൈമൾട്ടേനിയസ്ലി പറഞ്ഞാൽ അറ്റ് എ ടൈമിൽ നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റൂല, അത് ഇംപോസിബിൾ ആണ്. അതാണ് ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനും ഇതേപോലെ തന്നെ ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യാൻ പറയും. അല്ലെങ്കിൽ ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്, ഒരു മാത്തമാറ്റിക്കൽ ഫോർമുല ഉണ്ട്. അതായത് Δx ഇൻറ്റു Δp ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π. ഇതാണ് ഇതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമുല വരുന്നത്. Δx എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റി ഇൻ പൊസിഷനാണ്. Δp എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം. H എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്. ഓക്കെ, ഇതാണ് ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഓക്കെ, ഇനി ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരു പ്രോബ്ലം ചോദിക്കാം. അപ്പം നേരത്തെ ഡി ബ്രോഗ്ലിൻ്റെ കേസ് നമ്മൾ കണ്ടല്ലോ, അതേപോലൊരു പ്രോബ്ലം ഇതിൽ നിന്ന് വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം. കാൽക്കുലേറ്റ് ദ അൺസർട്ടനിറ്റി ഇൻ ദ വെലോസിറ്റി ഓഫ് എൻ ഇലക്ട്രോൺ ഇഫ് ദ അൺസർട്ടനിറ്റി ഇൻ പൊസിഷൻ is 10⁻⁸ given h equal to 6.625 into 10⁻34 kilogram meter square per second, then m equal to 9.1 into 10⁻31. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് അൺസർട്ടനിറ്റി ഇൻ ദ വെലോസിറ്റിയാണ്. ഇനി അവിടെ തന്നിട്ടുള്ളത് അൺസർട്ടനിറ്റി ഇൻ പൊസിഷനും തന്നിട്ടുണ്ട്, എച്ച് തന്നിട്ടുണ്ട്, എം തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതായത് Δx ഇൻറ്റു Δp ഈക്വൽ ടു h/4π. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ അൺസർട്ടനിറ്റി ഇൻ വെലോസിറ്റി ഇല്ല. അപ്പോൾ ഈ ഇക്വേഷൻ നമുക്ക് വെലോസിറ്റിൻ്റെ ടേമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ കാണേണ്ടത്. അപ്പോൾ Δx ഇൻറ്റു Δpനെ നമുക്ക് m ഇൻറ്റു Δv എന്ന് എഴുതാം. ഓക്കെ, h/4π. ഓക്കെ, Δx ഇൻറ്റു m ഇൻറ്റു Δv ഈക്വൽ ടു h/4π. ഓക്കെ, ഇനി നമുക്ക് Δv ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എങ്ങനെ ഇക്വേഷൻ ചെയ്താൽ h/4π ഇൻറ്റു m ഇൻറ്റു Δx. ഇതിൽ Δx എന്താണ്? അൺസർട്ടനിറ്റി ഇൻ പൊസിഷനാണ്. ഓക്കെ, Δx എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തരില്ല. അൺസർട്ടനിറ്റി ഇൻ
പൊസിഷൻ ആയിരിക്കും തരിക. ഓക്കെ, അപ്പോൾ ഡെൽറ്റ എക്സ് ഈക്വൽ ടു 10⁻⁻8 m/s. ദെൻ പിന്നെ മാസ് എന്ന് പറയുന്നത് 9.1 × 10⁻31. അതേപോലെ തന്നെ എച്ച് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 6.626 × 10⁻34. ഓക്കെ, അപ്പോൾ പൈൻ്റെ വാല്യൂ നമുക്കറിയാം 3.14. ഇനി ഇതെല്ലാം കൂടും ഈ ഇക്വേഷനിൽ കൊടുത്താൽ, ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ആഡ് ചെയ്താൽ നമുക്കിതിൻ്റെ വാല്യൂ എത്ര കിട്ടും? 5.8 × 10⁻³ m/s എന്ന് കിട്ടും. ഓക്കെ, (5.8 × 10⁻³ m/s). ഓക്കെ, ഇതാണ് നമ്മുടെ ഹെയ്സൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഡിഫറൻഷിയേറ്റ് ഓർബിറ്റ് ആൻഡ് ഓർബിറ്റൽ. അതായത് ഓർബിറ്റലും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതാൻ പറയും. അപ്പം നമുക്കിങ്ങനെ 2 കോളംസ് ആയിട്ട് എഴുതാം. ഓക്കെ, ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷണൽ സ്പേസ് അല്ലെങ്കിൽ 2D സ്പേസ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസിന് ചുറ്റുള്ള ഒരു 2 ഡയമെൻഷണൽ സ്പേസ് നമ്മൾ ഓർബിറ്റ് എന്ന് പറയുന്നത്. അതേസമയം ഓർബിറ്റിലാണെങ്കിൽ ന്യൂക്ലിയസിന് ചുറ്റുള്ള 3 ഡയമെൻഷണൽ സ്പേസ് അല്ലെങ്കിൽ 3D സ്പേസ് എന്ന് പറയും. ഓക്കെ, ഇനി ഓർബിറ്റ് എന്ന് പറയുന്നത് ഒരു ക്ലാസിക്കൽ കൺസെപ്റ്റാണ്. അതേസമയം ഓർബിറ്റിലെ ക്വാണ്ടം മെക്കാനിക്കൽ കൺസെപ്റ്റാണ്. ഓർബിറ്റിന് സർക്കുലർ ഷേപ്പ് ആയിരിക്കും, അതായത് സർക്കുലർ ഷേപ്പിൽ മാത്രമേ ഓർബിറ്റ് കാണപ്പെടുള്ളൂ. അതേസമയം ഓർബിറ്റലിലാണെങ്കിൽ ഡിഫറെൻറ്റ് ഷേപ്പിൽ കാണപ്പെടും. ഇനി ഓർബിറ്റ് എന്ന് പറയുന്നത് നോൺ ഡയറക്ഷണലാണ്, മറ്റേത് ഡയറക്ഷണലാണ്. അതിൽ എക്സെപ്റ്റ് എസ് ഓർബിറ്റലിന് മാത്രം ഡയറക്ഷൻ ഇല്ല, ബാക്കിയെല്ലാം ഡയറക്ഷൻ ഉള്ളതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് അയണിക് ആൻഡ് കോവലന്റ് ബോണ്ട് വിത്ത് 1 എക്സാമ്പിൾ ഫോർ ഈച്ച്. അതായത് ഇതിൽ ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് 4 ബോണ്ട്സുകളാണ് പഠിക്കാനുള്ളത്. അയണിക് ബോണ്ട്, കോവാലന്റ് ബോണ്ട്, കോർഡിനേഷൻ ബോണ്ട്, അതേപോലെ തന്നെ ഹൈഡ്രജൻ ബോണ്ട്. ഇതിലും അയണിക്കും കോവാലന്റ് ബോണ്ടുമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കോർഡിനേഷൻ ബോണ്ടിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓക്കെ, ഇവിടെ നോക്ക്. അപ്പോൾ ആദ്യം നമുക്ക് അയണിക് ബോണ്ടിങ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അയണിക് ബോണ്ടിങ്ങിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് സോഡിയം ക്ലോറൈഡ് മോളിക്യൂൾ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ നോക്ക്, സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11 ആണ്. ഇതിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 11 ആണ്. ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 17 ആണ്. അപ്പോൾ ഇതിലുള്ള ഇലക്ട്രോൺസിന്, ഈ 11 ഇലക്ട്രോൺസിന് നമുക്ക് 2, 8, 1 എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാം. 17 ഇലക്ട്രോണിന് നമുക്ക് 2, 8, 7 എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യാം. അതായത് ഫസ്റ്റ് ഓർബിറ്റലിൽ സോഡിയത്തിൻ്റെ കേസിൽ ഫസ്റ്റ് ഓർബിറ്റലിൽ 2, പിന്നത്തെ ഓർബിറ്റലിൽ 8 ഇലക്ട്രോൺ, ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള ഷെല്ലിൽ 1 ഇലക്ട്രോൺ. അതേസമയം ക്ലോറിൻ്റെ ആണെങ്കിൽ 2, 8, 7 ഫസ്റ്റത്തിൽ 2 ഇലക്ട്രോൺസ്, രണ്ടാമത്തെ ഓർബിറ്റലിൽ 8 ഇലക്ട്രോൺസ്, ലാസ്റ്റ് ഓർബിറ്റൽ അതായത് വാലൻസ് ഓർബിറ്റൽ എന്ന് പറയും, അതിൽ 7 ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പോൾ ഏതൊരു ആറ്റംസും കമ്പൈൻ ചെയ്യുന്നത്, ഇവിടെ സോഡിയം ആറ്റും ക്ലോറിൻ ആറ്റും കമ്പൈൻ ചെയ്ത് കണ്ട് സോഡിയം ക്ലോറൈഡ് എന്നുള്ള മോളിക്യൂൾ ഉണ്ടായി. അപ്പോൾ ഏതൊരു ആറ്റംസ് കമ്പൈൻ ചെയ്ത് കണ്ട് മോളിക്യൂൾ ഫോം ചെയ്യുന്നത് അക്കോർഡിംഗ് ടു ഒക്റ്ററ്റ് റൂൾ പ്രകാരം ഈ ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ അതിൻ്റെ വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇപ്പോൾ സോഡിയം ആറ്റത്തിൻ്റെ കേസിൽ നോക്ക് 2, 8, 1 അതിൻ്റെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 ഇലക്ട്രോണാണ് ഉള്ളത്. അപ്പോൾ ഈ സോഡിയം ആറ്റം വേറൊരു ആറ്റത്തിനായിട്ട് കമ്പൈൻ ചെയ്യുന്നത് അതിൻ്റെ ഈ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആക്കാൻ വേണ്ടിയിട്ട്. അതേസമയം ക്ലോറിൻ്റെ കേസിലാണ് 2, 8, 7 ആണ്. 7 ഇലക്ട്രോൺസാണ് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ളത്. അതിന് 1 ഇലക്ട്രോണും കൂടി കിട്ടിയാൽ അതിന് 8 ഇലക്ട്രോണായി. അപ്പോൾ ഇവരെന്ത് ചെയ്യും? ഇപ്പോൾ സോഡിയം ആറ്റം ഇതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഈ 1 ഇലക്ട്രോണിനെ എന്ത് ചെയ്യും? ക്ലോറിൻ ആറ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? സോഡിയം ആറ്റത്തിൻ്റെ കേസിൽ ഈ ഇലക്ട്രോൺ ഇവിടുന്ന് പോയി. അപ്പോൾ ഈ ലാസ്റ്റത്തെ വാലൻസ് ഷെല്ല് പിന്നെ എന്തായിട്ട് മാറും? ഈ ഒരു സെക്കൻഡ് ഓർബിറ്റലായിട്ട് മാറും. അതിൽ 8 ഇലക്ട്രോൺസ് ഓൾറെഡി ഉണ്ട്. ഇവിടെ നമുക്ക് ക്ലോറിൻ ആറ്റത്തിൻ്റെ കേസിൽ 1 ഇലക്ട്രോണും കൂടി അത് മേടിച്ചു സോഡിയം ആറ്റത്തിൻ്റെ കേസിൽ നിന്ന്. അപ്പോൾ എന്തായി? 2 ഇവിടെ നോക്ക് 2, 8, 8 ആയി. ഇവിടെ ട്രാൻസ്ഫർ നടന്നതിന് ശേഷമുള്ള കേസാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. 2, 8ഉം രണ്ടാമത്തെ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത് സോഡിയം ആറ്റത്തിൻ്റെ കേസിൽ 2, 8ഉം ക്ലോറിൻ ആറ്റത്തിൻ്റെ കേസിൽ 2, 8, 8ഉം ആയി. അപ്പോൾ നോക്കും, ഇപ്പോൾ ഒക്റ്ററ്റ് റൂൾ പ്രകാരം അതിൻ്റെ വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് ആയി.
അങ്ങനെ എന്ത് ചെയ്യും, ഇവിടെ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് നടന്നതുകൊണ്ട് തന്നെ ഇവിടെ അയോൺസ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ സോഡിയം ആറ്റം ഒരു ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്തു, അതുകൊണ്ട് കാറ്റയോണായിട്ട് അത് മാറി. അതേപോലെ തന്നെ ക്ലോറിൻ ആറ്റം ഒരു ഇലക്ട്രോണെ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്, അത് ആനയോണായിട്ട് മാറി. ഇവിടെ അയോൺസ് ഫോം ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു ബോണ്ടിങ്ങിന് നമ്മൾ അയണിക് ബോണ്ടിങ് എന്ന് പറയും. ഓക്കെ, ഇതാണ് അയണിക് ബോണ്ടിങ്. നമുക്ക് കോവാലന്റ് ബോണ്ടിനെ കുറിച്ച് പറയാം. ഓക്കെ, അപ്പോൾ കോവാലന്റ് ബോണ്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് വാട്ടർ മോളിക്യൂൾ യൂസ് ചെയ്തിട്ടാണ്. വാട്ടർ മോളിക്യൂൾ എന്നുള്ള എക്സാമ്പിൾ വെച്ചിട്ടാണ്. ഓക്കെ, വാട്ടർ മോളിക്യൂൾ അതായത് H2O മോളിക്യൂൾ എന്ന് പറയുന്നത് ഒരു ഓക്സിജനും 2 ഹൈഡ്രജൻ മോളിക്യൂൾസും, ഒരു ഓക്സിജൻ മോളിക്യൂളും ഒരു 2 ഹൈഡ്രജൻ മോളിക്യൂളും കമ്പൈൻ ചെയ്ത് കണ്ടാണ് വാട്ടർ മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. ഇവിടെ നോക്ക്, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ കേസിൽ അതിന് 1 ഇലക്ട്രോണാണ് ഉള്ളത്. അതേസമയം ഓക്സിജൻ്റെ കേസിൽ ടോട്ടൽ 8 ഇലക്ട്രോൺസ്, ഹൈഡ്രജൻ്റെ കേസിൽ 1 ഇലക്ട്രോൺ. ഈ 8 ഇലക്ട്രോൺസിനെ ഓർബിറ്റൽസിൽ 2, 6 എന്നുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഹൈഡ്രജൻ്റെ കയ്യിൽ ആകെ ഓൾറെഡി 1 ഇലക്ട്രോണേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഒക്ടറ്റ് റൂൾ പ്രകാരം ഹൈഡ്രജൻ എന്താ ചെയ്താൽ മതി, അതിൻ്റെ വാലൻസ് ഷെല്ലിൽ 2 ഇലക്ട്രോൺസിനെ ആക്കിയാൽ മതി. അതേസമയം ഓക്സിജൻ ആണെങ്കിൽ 8 ഇലക്ട്രോൺസ് ആക്കണം. ലാസ്റ്റ് ഇപ്പോൾ ഓർബിറ്റലിലുള്ളത് 6 ഇലക്ട്രോൺസ് ആണ്, അത് ആ സ്ഥാനത്ത് 8 ഇലക്ട്രോൺ ആക്കി മാറ്റണം. അപ്പോൾ ഇവരെന്ത് ചെയ്യും, നേരത്തെ നമ്മൾ അയണിക് ബോണ്ടിൻ്റെ കേസിൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഇവിടെ ഷെയറിംഗ് ആണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ എന്ത് ചെയ്യും, ഈ ഹൈഡ്രജൻ ആറ്റം എന്ത് ചെയ്യും, അതിൻ്റെ 1 ഇലക്ട്രോണിനെ ആരുമായിട്ട് ഷെയർ ചെയ്യും, ഓക്സിജൻ്റെ വാലൻസ് ഷെല്ലിലുള്ള 1 ഇലക്ട്രോണായിട്ട് ഷെയർ ചെയ്യും. ആ ഷെയറിംഗ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതേപോലെ ഈ ഹൈഡ്രജനും ഓക്സിജൻ ആറ്റത്തിൻ്റെ ഈ വാലൻസ് ഷെല്ലിലുള്ള 1 ഇലക്ട്രോൺ തമ്മിൽ ഇവിടെയും ഒരു ഷെയറിംഗ് നടക്കും. അപ്പോൾ നോക്ക്, ഹൈഡ്രജൻ്റെ കയ്യിലും അതിൻ്റെ വാലൻസ് ഷെല്ലിൽ 2 ഇലക്ട്രോണായി. പിന്നെ ഓക്സിജൻ്റെ കേസിൽ ടോട്ടൽ 8 ഇലക്ട്രോൺസ് ആയി. ആദ്യം 6 ഇലക്ട്രോൺസ് ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു. പിന്നെ 2 ഹൈഡ്രജൻസും ഓരോ ഇലക്ട്രോൺസിനെ വെച്ച് ഷെയർ ചെയ്തു. അപ്പോൾ എന്തായി, ടോട്ടൽ 8 ഇലക്ട്രോൺസ് ആയി. ഓക്കെ, ഇതാണ് കോവലന്റ് ബോണ്ട്. ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഓഫ് ബാർ പ്രിൻസിപ്പിൾ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇലക്ട്രോൺസിനെ ഓർബിറ്റൽസിൽ അറേഞ്ച് ചെയ്യുന്ന രീതി പറയുന്ന 3 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഓഫ് ബാർ പ്രിൻസിപ്പിൾ, പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, അതുപോലെ തന്നെ ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി. ഇവിടെ നമ്മൾ ഓഫ് ബാർ പ്രിൻസിപ്പിളാണ് സ്റ്റേറ്റ് ചെയ്യുന്നത്. അതായത് ഓഫ് ബാർ പ്രിൻസിപ്പിൾ പറയുന്നത് ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ഡിഫറെൻറ്റ് ഓർബിറ്റൽസ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ എനർജി. ഇലക്ട്രോൺസിനെ ഓർബിറ്റൽസിലാണ് ഫില്ല് ചെയ്യാമെന്ന് പറഞ്ഞു. അത് ഓർബിറ്റൽസിൻ്റെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ എനർജി, ഇവിടെ എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ് നമ്മൾ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുക. ഇവിടെ നോക്ക്, ഓക്കെ, ഇവിടെ നോക്ക്, താഴെ നമ്മൾ 1s 2s 2p 3s 3p 4s 3d 4p അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇത് ഓർബിറ്റൽസിൻ്റെ ഓർഡറാണ്, എനർജി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിലാണ്. അതായത് 1s നമ്മൾ ഫില്ല് ചെയ്തതിന് ശേഷമാണ് 2s ഫില്ല് ചെയ്യുക. കാരണം 1s എനർജി കൂടുതലാണ് 2s എനർജി കൂടുതലാണ് 2pക്ക്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ 1s ഫില്ല് ചെയ്യും, പിന്നെ 2s പിന്നെ 2p. അതായത് ആദ്യം നമ്മൾ ലോവർ എനർജി ഓർബിറ്റൽസിൽ ഫില്ല് ചെയ്യും, പിന്നെ അതിനേക്കാളും എനർജി കൂടിയ ഓർബിറ്റൽസിലാണ് ഫില്ല് ചെയ്യുക. ഇതാണ് ഓഫ് ബാർ പ്രിൻസിപ്പിൾ. അതാണ് ഇലക്ട്രോൺസ് ആർ ഫിൽഡ് ഇൻ ഡിഫറെൻറ്റ് ഓർബിറ്റൽസ് ഇൻ ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദെയർ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്ക്, നമ്മൾ സെക്കൻഡ് മൊഡ്യൂളാണ് ഇനി എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അനലിറ്റിക്കൽ കെമിസ്ട്രി എന്നാണ് സെക്കൻഡ് മൊഡ്യൂളിൻ്റെ നെയിം. ഓക്കെ, ഇവിടെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ, ഗിവ് ഇറ്റ്സ് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ. അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് മോളാർ കോൺസെൻട്രേഷൻസ് ഓഫ് H+ ആൻഡ് OH-. അയണിക് പ്രോഡക്റ്റ് നമ്മൾ KW എന്ന് വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. അപ്പോൾ അയണിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് H+ൻ്റെയും മോളാർ കോൺസെൻട്രേഷൻ ഓഫ് OH- പ്രോഡക്റ്റിനെ നമ്മൾ എന്ത് പറയാം, അയണിക് പ്രോഡക്റ്റ് എന്ന് പറയാം. അപ്പോൾ H2O അത് അയണൈസേഷൻ സംഭവിച്ചാൽ എങ്ങനെ മാറുക, ഏതൊക്കെ അയോൺസ് ആയിട്ടാണ് മാറുക, H+ഉം OH- ആയിട്ടാണ് മാറുക. ഓക്കെ, അപ്പോൾ ഈ H+ൻ്റെയും OH- കോൺസെൻട്രേഷൻസിൻ്റെ പ്രോഡക്റ്റിന് നമ്മൾ എന്ത് പറയുക, അയണിക് പ്രോഡക്റ്റ് എന്ന് പറയും. ഇനി ഇവിടെ ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട്. അതായത് അറ്റ് 25 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് H+ഉം കോൺസെൻട്രേഷൻ ഓഫ് OH- എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതായത് 10⁻⁷ ആയിരിക്കും.
ഓക്കെ 10⁻⁷ മോളാർ ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും അയണിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് KW = കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH- ആണല്ലോ. ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും 10⁻⁷ ഇൻറ്റു 10⁻⁷ ഈക്വൽ ടു 10⁻14 എന്ന് കിട്ടും. ഓക്കെ, ഇതൊരു സ്പെഷ്യൽ കേസാണ്. ഇനി നെക്സ്റ്റ് ഡിഫൈൻ നോർമാലിറ്റി ആൻഡ് മൊളാരിറ്റി. റൈറ്റ് ദ ഫോർമുല ടു കാൽക്കുലേറ്റ് മൊളാരിറ്റി ആൻഡ് നോർമാലിറ്റി. അതായത് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ നിന്ന് നോർമാലിറ്റി മൊളാരിറ്റി എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി ചോദിക്കും. അതിൻ്റെ മാത്തമാറ്റിക്കൽ ഫോർമുല ചോദിക്കും. അതേപോലെ തന്നെ അത് യൂസ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലം ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഒന്നുകിൽ മൊളാരിറ്റീൻ്റെ പ്രോബ്ലം ചോദിക്കും, അല്ലെങ്കിൽ നോർമാലിറ്റീൻ്റെ പ്രോബ്ലം ചോദിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് മൊളാരിറ്റി നോർമാലിറ്റി എന്താണെന്ന് പറയാം. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി number of moles of solute in 1 liter solution. 1 liter of solutions. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അതിൽ സോൾവെൻറ്റും ഉണ്ടാകും സൊല്യൂട്ടും ഉണ്ടാകും. 1 ലിറ്റർ സൊല്യൂഷന്, അതിൽ ഒരു ലിറ്റർ സൊല്യൂഷനിലുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിന് നമ്മൾ എന്ത് പറയുക മൊളാരിറ്റി എന്ന് പറയുക. അതിൻ്റെ ഇക്വേഷൻ എന്താ വരുന്നത് M = W × 1000 ഡിവൈഡഡ് ബൈ M × V എന്ന് വരും. ഓക്കെ, അപ്പോൾ W എന്ന് പറഞ്ഞാൽ വെയ്റ്റ് ഓഫ് സൊല്യൂട്ടാണ്. അതേപോലെ തന്നെ M എന്ന് പറഞ്ഞാൽ സ്മോൾ m എന്ന് പറഞ്ഞാൽ അറ്റോമിക് മാസ്. ഇപ്പോൾ മോളിക്യൂൾസിൻ്റെ കേസിലാണെങ്കിൽ മോളിക്കുലർ വെയ്റ്റ് എന്ന് പറയും. ഓക്കെ, V എന്ന് പറഞ്ഞാൽ വോളിയം. ഓക്കെ, ഇനി നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഗ്രാംസ് ഓഫ് സൊല്യൂട്ട് ഇൻ 1 ലിറ്റർ സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫോർമുല വരുന്നത് N = W × 1000 ഡിവൈഡഡ് ബൈ E × V എന്ന് വരും. മൊളാരിറ്റിൻ്റെ കേസിൽ M × V ആയിരുന്നു, ഇവിടെ E × V ആണ്. ഓക്കെ, അപ്പോൾ W എന്താ നമുക്കറിയാം. അതേപോലെ തന്നെ E എന്ന് പറഞ്ഞാൽ ഇവിടെ ഈക്വലൻ്റ് മാസ്സാണ്. ഏതൊരു മോളിക്യൂളിനും ഈക്വലൻ്റ് മാസ്സും ഉണ്ട്, ഈക്വലൻ്റ് മാസ്. ഓക്കെ, V എന്ന് പറഞ്ഞാൽ വോളിയം. ഓക്കെ, ഇനി ഇത് വെച്ചിട്ടുള്ളൊരു പ്രോബ്ലം നമുക്ക് ചെയ്യാം. പ്രോബ്ലത്തിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? റൈറ്റ് ദ ഫോർമുല ടു കാൽക്കുലേറ്റ് മൊളാരിറ്റി ആൻഡ് നോർമാലിറ്റി. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് H2SO4 സൊല്യൂഷൻ കണ്ടെയ്നിങ് 4.9 gram ആസിഡ് ഇൻ 600 ml. അപ്പോൾ മോളിക്കുലർ വെയിറ്റ് എന്താണെന്ന് തന്നിട്ടുണ്ട് 98. H2SO4ൻ്റെ മോളിക്കുലർ വെയിറ്റ് എന്ന് പറയുന്നത് 98 തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് M = W × 1000 ഡിവൈഡഡ് ബൈ സ്മോൾ m × V ആണ്. ഓക്കെ, W എത്ര തന്നിട്ടുള്ളത് 4.9 gram 4.9 gram തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്മോൾ m മോളിക്കുലർ വെയിറ്റ് ഓഫ് H2SO4 98 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ V എന്ന് പറഞ്ഞാൽ 600 ആണ്, ml ആണ്. ഓക്കെ, ഇത് നേരെ നമ്മുടെ ഇക്വേഷനിൽ കൊണ്ടു കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും 4.9 × 1000 ഡിവൈഡഡ് ബൈ 98 × 600 എന്ന് വരും. അപ്പോൾ ഇത് കാൽക്കുലേറ്ററിൽ നമ്മൾ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും 0.083 മോളാർ എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇതിൽ നിന്ന് പ്രോബ്ലം ചോദിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഓരോന്നിൻ്റെ ഡെഫിനിഷനും മാത്തമാറ്റിക്കൽ ഫോർമുല ഒക്കെ ചോദ്യം വരാം. ഓക്കെ, ഇപ്പം നമ്മളോട് മൊളാരിറ്റിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അതേസമയം നോർമാലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നേരെ നോർമാലിറ്റിൻ്റെ ഇക്വേഷൻ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ബഫർ സൊല്യൂഷനാണ്. അപ്പോൾ വാട്ട് ആർ ബഫർ സൊല്യൂഷൻ, ഹൗ ആർ ദേ ക്ലാസിഫൈഡ്, റൈറ്റ് 1 എക്സാമ്പിൾ ഫോർ ഈച്ച് ടൈപ്പ്. അപ്പോൾ ബഫർ എന്ന സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ബഫർ സൊല്യൂഷൻ ഇറ്റ് ഈസ് എ സൊല്യൂഷൻ
റെസിസ്റ്റൻറ്റ് പി എച്ച് ചേഞ്ച് വെൻ സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡ് ഓർ ബേസ് ഈസ് ആഡ്. അതായത് ഏത് സൊല്യൂഷനും ഒരു പി എച്ച് ഉണ്ട്. ആ സൊല്യൂഷനിലേക്ക് നമ്മൾ കുറച്ച് സ്മോൾ എമൗണ്ട് ഓഫ് ആസിഡോ ബേസോ ആഡ് ചെയ്താൽ അതിൻ്റെ പി എച്ച് ചേഞ്ച് ചെയ്യാം. എന്നാൽ ചില സൊല്യൂഷൻസിൻ്റെ കേസിൽ നമ്മൾ ആസിഡോ ബേസോ ആഡ് ചെയ്താലും അതിൻ്റെ പി എച്ചിൽ ഓൾറെഡി ഉണ്ടായിരുന്ന പി എച്ചിൽ കാര്യമായിട്ടുള്ള ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. അതായത് പി എച്ച് ചേഞ്ച് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇത്തരം സൊല്യൂഷൻസിനാണ് അത് പി എച്ച് ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്ന ഇത്തരം സൊല്യൂഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബഫർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ബഫർ സൊല്യൂഷനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, അസിഡിക് ബഫറും ബേസിക് ബഫറും. അസിഡിക് ബഫർ നമുക്കറിയാം അസിഡിക് ക്യാരക്ടർ ആയിരിക്കും അതിന്. അപ്പോൾ അതിൻ്റെ പി എച്ച് എന്തായിരിക്കും, ബിലോ 7 ആയിരിക്കും. ബേസിക് ബഫറിൻ്റെ കേസിൽ അതിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് എബോവ് 7 ആയിരിക്കും. ഇനി അസിഡിക് ബഫർ പ്രിപ്പയർ ചെയ്യുന്നത് ബൈ മിക്സിങ് വീക്ക് ആസിഡും സാൾട്ട് ഓഫ് സ്ട്രോങ് ബേസും കൂടി മിക്സ് ചെയ്ത് കണ്ടാണ് നമ്മൾ അസിഡിക് ബഫർ പ്രിപ്പയർ ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ C3COH അതൊരു വീക്ക് ആസിഡാണ്. അതുപോലെ തന്നെ CH3COON എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ബേസിൻ്റെ ഒരു സാൾട്ടുമാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ആക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസിഡിക് ബഫർ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഇനി ബേസിക് ബഫറിൻ്റെ കേസിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വീക്ക് ബേസും സാൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡും കൂടി മിക്സ് ആക്കിയാണ് നമ്മൾ ബേസിക് ബഫർ ഉണ്ടാക്കുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വീക്ക് ബേസിന് ഒരു എക്സാമ്പിളാണ് അമോണിയം ഹൈഡ്രോക്സൈഡ്, സാൾട്ട് ഓഫ് സ്ട്രോങ് ആസിഡിൻ്റെ എക്സാമ്പിളാണ് അമോണിയം ക്ലോറൈഡ്. ഓക്കെ, ഇതാണ് അസിഡിക് ബഫറും ബേസിക് ബഫറും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ദെൻ വോളുമെട്രിക് അനാലിസിസ്. വോളുമെട്രിക് അനാലിസിസിൽ കുറച്ച് ചെറിയ ടോപ്പിക്സുകളുണ്ട്. അത് ചിലപ്പോൾ 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ക്വസ്റ്റ്യൻസ് വരാം. ഇവിടെ നോക്കുക, ഇപ്പോൾ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻസ്. സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സൊല്യൂഷൻ ഓഫ് നോൺ കോൺസെൻട്രേഷൻ. അതായത് ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നമുക്കറിയാമെങ്കിൽ നമ്മളതിനെ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്ന് പറയും. ദെൻ നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് എൻഡ് പോയിൻ്റ് അല്ലെങ്കിൽ ഈക്വാലൻറ്റ് പോയിൻ്റ് എന്ന് പറയും. എൻഡ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടൈട്രേഷൻ്റെ ടൈമിൽ റിയാക്ഷൻ കംപ്ലീറ്റ് ആവുന്നൊരു പോയിൻ്റ് ഉണ്ടല്ലോ, നമുക്കൊരു കളർ ചേഞ്ച് വെച്ചുകൊണ്ട് കളർ ചേഞ്ച് വഴി നമുക്ക് ആ പോയിൻ്റ്, ആ റിയാക്ഷൻ കംപ്ലീറ്റ് ആവുന്ന ആ പോയിൻ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനെ നമ്മൾ എൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പോയിൻ്റ് വെർ കെമിക്കൽ റിയാക്ഷൻ ഈസ് കംപ്ലീറ്റ് ഡ്യൂറിങ് ടൈട്രേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു റിയാക്ഷൻ കംപ്ലീറ്റ് ആയി ഒരു ടൈട്രേഷൻ ചെയ്യുമ്പോൾ റിയാക്ഷൻ കംപ്ലീറ്റ് ആയി എന്ന് കാണിക്കാൻ നമ്മൾ കളർ ചേഞ്ച് വഴിയാണ് നമ്മൾക്ക് മനസ്സിലാവുക, റെക്കഗ്നൈസ് ചെയ്യുക. അത് കളർ ചേഞ്ച് വഴി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ വോളുമെട്രിക് അനാലിസിസിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ് എന്ത്, NaVA ഈക്വൽ ടു NbVb. അതായത് Na എന്ന് പറഞ്ഞാൽ നോർമാലിറ്റി ഓഫ് ആസിഡ്. ഓക്കെ, Na എന്ന് പറഞ്ഞാൽ Va എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ആസിഡ്. അതേസമയം Nb ആണെങ്കിൽ നോർമാലിറ്റി ഓഫ് ബേസ്, Vb എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ബേസ്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ 4 ടേംസിൽ ഏതെങ്കിലും 3 ടേം തരും, എന്നിട്ട് 4ാമത്തെ ടേം നമ്മളോട് കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ നോക്ക്, 20 ml ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ വാസ് ന്യൂട്രലൈസ്ഡ് ബൈ 18 ml ഓഫ് ആൻ ആസിഡ് ഓഫ് നോർമാലിറ്റി 0.1. ഫൈൻഡ് ദ നോർമാലിറ്റി ഓഫ് ദ ബേസ്. അതായത് നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്, നമുക്ക് എന്തൊക്കെ ഗിവൺ ആയിട്ടുള്ളത്, സോഡിയം ഹൈഡ്രോക്സൈഡ് അറിയേണ്ട ഒരു ബേസാണ്, അതിൻ്റെ വോളിയം തന്നിട്ടുണ്ട്, Vb എത്ര തന്നിട്ടുണ്ട്, 20 ml. ഓക്കെ, ഇനി ആസിഡിൻ്റെ വോളിയം തന്നിട്ടുണ്ട്, Va 18 ml. അതേപോലെ തന്നെ ആസിഡിൻ്റെ നോർമാലിറ്റി അതായത് Na തന്നിട്ടുണ്ട് 0.1 നോർമൽ. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് Nb നോർമാലിറ്റി ഓഫ് ബേസ് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ Nb കണ്ടുപിടിക്കാൻ Nb ഇക്വേഷൻ Nb ഈക്വൽ ടു എന്ത് ചെയ്യുക, NaVA/Vb ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും, Na എന്ന് പറഞ്ഞാൽ 0.1, പിന്നെ അതുപോലെ തന്നെ Va എന്ന് പറഞ്ഞാൽ 18 ദെൻ Vb എന്ന് പറഞ്ഞാൽ 20. ഇത് അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 0.09 നോർമൽ എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് ഈ ഇക്വേഷനെ, ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വാട്ട് ഈസ് സോഡ ലൈം പ്രോസസ്സ്. അതായത് അതിന് മുന്നേ നമുക്ക് ഹാർഡ് വാട്ടർ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരു വാട്ടർ ഇങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യുക H+ഉം OH- ആയി കണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടാവും, H+ അയോൺസ് ഉണ്ടാവും, OH- ഉണ്ടാവും. ഇത് കൂടാതെ കാൽഷ്യത്തിൻ്റെയും മെഗ്നീഷ്യത്തിൻ്റെയും സൾഫേറ്റ്സോ അല്ലെങ്കിൽ ക്ലോറൈഡ്സോ ഒരു വാട്ടറിൽ പ്രസൻ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ ഹാർഡ് വാട്ടർ എന്ന് പറയും.
ഓക്കെ, അപ്പോൾ ഈ ഹാർഡ് വാട്ടറിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ അതിന് പുവർ ലേതറിങ് വിത്ത് സോപ്പായിരിക്കും. സോപ്പ് ഉപയോഗിച്ചാൽ പുവർ ലേതറിങ് ആയിരിക്കും, അതായത് പത കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഹാർഡ് വാട്ടറിൻ്റെ ഹാർഡ്നെസ്സിനെ റിമൂവ് ചെയ്യാനുള്ള 2 മെത്തേഡാണ് സോഡ ലൈം പ്രോസസ്സും അതേപോലെ തന്നെ അയൺ എക്സ്ചേഞ്ച് മെത്തേഡും. ഓക്കെ, സോഡ ലൈം പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വാട്ടറിൽ മെഗ്നീഷ്യം സൾഫേറ്റും കാൽഷ്യം സൾഫേറ്റും ഉണ്ടെന്ന് വിചാരിക്കാം. മെഗ്നീഷ്യം സൾഫേറ്റും കാൽഷ്യം സൾഫേറ്റും. അപ്പോൾ നമ്മൾ മെഗ്നീഷ്യം സൾഫേറ്റ് പ്രസൻ്റ് ആണെങ്കിൽ നമ്മൾ അതിലേക്ക് ലൈം ആഡ് ചെയ്തു, അതാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. ലൈം ആഡ് ചെയ്താൽ ഇവർ തമ്മിൽ റിയാക്ട് ചെയ്തുകൊണ്ട് എന്തൊക്കെ ഉണ്ടാവും? മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും ഉണ്ടാവും, അതേപോലെ തന്നെ കാൽഷ്യം സൾഫേറ്റും ഉണ്ടാവും. ഇതെന്തെയും പ്രസിപ്പിറ്റേറ്റ് ചെയ്തുകൊണ്ട് നമുക്കതിനെ ഫിൽട്ടർ ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. അതേപോലെ തന്നെ കാൽഷ്യം സൾഫേറ്റ് ആണ് പ്രസൻ്റ് എങ്കിൽ നമ്മളതിലേക്ക് സോഡ ആഷ് ആണ് യൂസ് ചെയ്യുന്നത്, അതായത് സോഡിയം കാർബണേറ്റ്. അപ്പോൾ എന്ത് ചെയ്യും? കാൽഷ്യം കാർബണേറ്റ് ഉണ്ടാകും, അതേപോലെ തന്നെ സോഡിയം സൾഫേറ്റ് ഉണ്ടാകും. അതിൽ കാൽഷ്യം കാർബണേറ്റ് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും, അത് നമുക്ക് ഫിൽട്ടർ ചെയ്ത് റിമൂവ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഹാർഡ്നെസ്സിന് കാരണമായിട്ടുള്ള അയോൺസിനെ നമുക്ക് റിമൂവ് ആക്കാൻ പറ്റും. ഇതിലിപ്പോൾ നമ്മൾ സോഡ ആഷും ലൈമാണ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മളിതിൻ്റെ പേരെന്തായി മാറി? സോഡ ലൈം പ്രോസസ്സ് എന്നാക്കി. ഓക്കെ, ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ഒരു ഹാർഡ്നെസ്സിനെ റിമൂവ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് അയൺ എക്സ്ചേഞ്ച് മെത്തേഡ്. അപ്പോൾ അയൺ എക്സ്ചേഞ്ച് മെത്തേഡ് നമുക്ക് ഈ ഒരു പിക്ചർ മനസ്സിലാക്കിയാൽ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, അതായത് നമ്മൾ ആദ്യം നമ്മുടെ ഹാർഡ് വാട്ടറിലുള്ള ഹാർഡ്നെസ്സിനാണല്ലോ റിമൂവ് ആക്കേണ്ടത്. നമ്മൾ ഹാർഡ് വാട്ടറിൽ കാൽഷ്യം 2+ ഉണ്ട്, Mg2+ ഉണ്ട്, അതുപോലെ തന്നെ ക്ലോറൈഡ് അയോൺസ് ഉണ്ട്, അതുപോലെ തന്നെ സൾഫേറ്റ് അയോൺസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെ റിമൂവ് ആക്കിയാൽ നമുക്ക് ഹാർഡ്നെസ്സിനെ റിമൂവ് ആക്കാം. അങ്ങനെയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ ഹാർഡ് വാട്ടർ നമ്മൾ ആദ്യം ഒരു പൈപ്പിലൂടെ, ഇവിടെ നോക്ക്, ഇവിടെ 2 കോളംസ് നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ, ഇത് ഫസ്റ്റത്തെ കാറ്റയോൺ എക്സ്ചേഞ്ച് കോളം എന്ന് പറയും. ഇത് ആനയോൺ എക്സ്ചേഞ്ച് കോളം. ഓക്കെ, ഇനി കാറ്റയോൺ എക്സ്ചേഞ്ച് കോളത്തിൽ എന്തുണ്ട്? ഈ ഒരു പോർഷന് നമ്മൾ എന്ത് പറയും? കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിൻ. അതായത് കാറ്റയോൺ എക്സ്ചേഞ്ച് കോളത്തിൽ നമ്മൾ കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിന് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താണ്? ആനയോൺ എക്സ്ചേഞ്ച് റെസിനും ഈ ഒരു പോർഷനിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ആനയോൺ എക്സ്ചേഞ്ച് റെസിനും ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹാർഡ് വാട്ടർ നമ്മൾ പൈപ്പിലൂടെ ആദ്യം കാറ്റയോൺ എക്സ്ചേഞ്ച് കോളത്തിലേക്ക് പാസ് ചെയ്തു. അപ്പോൾ അതിൽ എന്തൊക്കെ ഉണ്ടാവും? ഹാർഡ് വാട്ടറിൽ എന്തൊക്കെ ഉണ്ടാവും? കാൽഷ്യം 2+, Mg2+, Cl-, SO4 ഇതൊക്കെ ഉണ്ടാവും. ഇവിടെ വെച്ചിട്ട് എന്തുണ്ടാവും? H+ ആണ്. കാറ്റയോൺ എക്സ്ചേഞ്ച് റെസിനിലുള്ള H+ഉം അതേപോലെ തന്നെ ഹാർഡ്നെസ്സിന് കാരണമായിട്ടുള്ള കാറ്റയോൺസ് ആണ് Ca2+ഉം Mg2+ഉം. ഇത് തമ്മിൽ എക്സ്ചേഞ്ച് നടക്കും. അതായത് ഹാർഡ്നെസ്സിന് കാരണമായിട്ടുള്ള Ca2+നെയും Mg2+നെയും ഈ റെസിൻ അബ്സോർബ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? വാട്ടറിലേക്ക് H+നെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ റെസിനിലൂടെ പാസ് ചെയ്ത് വരുന്ന വെള്ളത്തിൽ എന്തുണ്ടാവുള്ളൂ? H+ഉം Cl-ഉം SO4 ഉണ്ടാവുള്ളൂ. ഈ 2 കാറ്റയോൺസിന് റെസിനെ അബ്സോർബ് ചെയ്തു. ഓക്കെ, ഇനി ഇതെന്ത് ചെയ്യും? നേരെ ഈ വാട്ടർ എവിടേക്ക് പോകും? ആനയോൺ എക്സ്ചേഞ്ച് കുളത്തിലെത്തും. അവിടെ എന്തുണ്ട്? ആനയോൺ എക്സ്ചേഞ്ച് റെസിനുണ്ട്. ഇവിടെ എത്തുമ്പോൾ H+, Cl-, SO4 ആയിരിക്കും. ഇവിടെ വെച്ചിട്ട് ആനയോൺ എക്സ്ചേഞ്ച് റെസിനിലുള്ള OH- ഹാർഡ്നെസ്സിന് കാരണമായിട്ടുള്ള ആനയോൺസും തമ്മിൽ എക്സ്ചേഞ്ച് നടക്കും. അപ്പോൾ ഈ ആനയോൺ എക്സ്ചേഞ്ച് റെസിനിലൂടെ പാസ് ചെയ്തിരുന്ന വെള്ളത്തിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? H+ഉം OH- മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു പിക്ചർ നന്നായിട്ട് ക്ലിയർ ആയിട്ട് നിങ്ങൾ വരയ്ക്കുക, എന്നിട്ട് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഈസ് പോർട്ടബിൾ വാട്ടർ? എക്സ്പ്ലെയിൻ ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ മേക്കിംഗ് പോർട്ടബിൾ വാട്ടർ. അപ്പോൾ പോർട്ടബിൾ വാട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രിങ്കിങ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന, അതായത് നമ്മൾ കുടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സേഫ് വാട്ടർ ആയിരിക്കും എന്ത്? പോർട്ടബിൾ വാട്ടർ എന്ന് പറഞ്ഞാൽ. അതിന് ഒരുപാട് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. അത് ക്ലിയർ ആയിരിക്കും, ഓർഡർലെസ് ആയിരിക്കും. ഓർഡർലെസ് എന്ന് പറഞ്ഞാൽ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഫ്രീ ഫ്രം പാത്തോജൻസ് ആയിരിക്കും, ഫ്രീ ഫ്രം ഇമ്പ്യൂരിറ്റീസ് ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ pH അറൗണ്ട് 7 ആയിരിക്കും. അപ്പോൾ നമുക്കൊരു വേസ്റ്റ് വാട്ടർ നമുക്ക് പോർട്ടബിൾ വാട്ടർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് 5 സ്റ്റെപ്സ് ഉണ്ട്. സ്ക്രീനിങ്, സെഡിമെൻറ്റേഷൻ, കൊയാഗുലേഷൻ, ഫിൽട്രേഷൻ, സ്റ്റെറിലൈസേഷൻ. ഓക്കെ, അപ്പോൾ സ്ക്രീനിങ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോസസ്സിലുള്ള ഫസ്റ്റ് പ്രൈമറി സ്റ്റെപ്പ് ഓഫ് ക്ലീനിങ് ഓഫ് വേസ്റ്റ് വാട്ടറാണ്. ഓക്കെ, അപ്പോൾ സ്ക്രീനിങ്ങിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള
മെറ്റീരിയൽസ് ഉണ്ടാവും, ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും. അതായത് പ്ലാസ്റ്റിക് കവറ്, പ്ലാസ്റ്റിക് ബോട്ടിൽസ്, അതുപോലെ തന്നെ വുഡൻ മെറ്റീരിയൽസ്. ഇതിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ സ്ക്രീനിങ് എന്ന് പറയുന്നത്. ഇതൊരു മെക്കാനിക്കൽ സെപ്പറേഷനാണ്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് എന്താ സെഡിമെൻറ്റേഷനാണ്. സെഡിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ സ്ക്രീനിങ് കഴിഞ്ഞ് ആ വാട്ടറിനെ, വേസ്റ്റ് വാട്ടർ നമ്മൾ എന്ത് ചെയ്യും, സെഡിമെൻറ്റ് ചെയ്യാൻ വെക്കും. അതായത് ഒരു 6 to 12 hours നമ്മൾ എന്ത് ചെയ്യും, സെഡിമെൻറ്റേഷൻ നടത്തും. സെഡിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റർബൻസും കൊടുക്കാതെ നമ്മൾ അങ്ങനെ കീപ്പ് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, അതിലുള്ള ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് താഴെ എന്ത് ചെയ്യും, സെറ്റിൽ ചെയ്യും. അല്ലെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് സെഡിമെൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് അതുകൊണ്ടാണ് സെഡിമെൻറ്റേഷൻ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ താഴെ സെറ്റിൽ ചെയ്തിട്ടുള്ള ഈ ഇമ്പ്യൂരിറ്റീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിമൂവ് ചെയ്യാൻ പറ്റും, ഫിൽറ്റർ വഴി റിമൂവ് ആക്കാൻ പറ്റും. ഓക്കെ, എന്നാലും അതിനുശേഷം എന്തുണ്ടാകും, നമ്മൾ കുറേ ഡിസോൾവ്ഡ് ആയിട്ടുള്ള ആ വെള്ളത്തിൽ ഡിസോൾവ്ഡ് ആയി കിടക്കുന്ന ഒരുപാട് ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഇമ്പ്യൂരിറ്റീസിനെ റിമൂവ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് കൊയാഗുലേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളതിലേക്ക് കെമിക്കൽ സബ്സ്റ്റൻസുകൾ ആഡ് ചെയ്യും. അത് നമ്മൾ പറയുന്ന പേരാണ്, ആഡ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസിനെ പറയുന്ന പേരാണ് കൊയാഗുലൻ്റ് എന്ന്. ഈ കൊയാഗുലൻ്റ് എന്ത് ചെയ്യും, അതിലുള്ള ഡിസോൾവ്ഡ് ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസുമായിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. അത് നമുക്ക് ഫിൽട്രേഷൻ വഴി റിമൂവ് ആക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ കൊയാഗുലൻറ്റിന് എക്സാമ്പിളാണ് ആലും ഫെറിക്ലോറൈഡൊക്കെ. ഓക്കെ, അങ്ങനെ ഫിൽട്ടർ ചെയ്ത് കിട്ടിയ വെള്ളത്തിന് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റെറിലൈസേഷൻ നടത്തും. സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിലൊരുപാട് ഡിസീസ് കോസിങ് ആയിട്ടുള്ള പാത്തോജൻസ് ഉണ്ടാവും. പാത്തോജൻസ് പറഞ്ഞാൽ രോഗാണുക്കൾ. ഓക്കെ, അതായത് ബാക്ടീരിയ, ഫംഗസ്, വൈറസ് പോലുള്ള ഒരുപാട് പാത്തോജൻസ് ഉണ്ടാവും. അപ്പോൾ അതിനെ റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ക്ലോറിൻ യൂസ് ചെയ്യുക, ബ്ലീച്ചിങ് പൗഡർ യൂസ് ചെയ്യുക, UV ട്രീറ്റ്മെൻറ്റ് നടത്തുക എന്നൊക്കെ ഉള്ളത് ഒരു സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. ഓക്കെ, ഇനി നമുക്ക് മൊഡ്യൂൾ 3 എക്സ്പ്ലെയിൻ ചെയ്യാം. മൊഡ്യൂൾ 3 എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ആൻഡ് നാനോ കെമിസ്ട്രി. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന ടോപ്പിക് അലോയ്സ് ആണ്. അലോയ്സ്, അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഡിഫൈൻ അലോയ്സ്, ഗിവ് ദ കമ്പോണൻസ് ഓഫ് ബ്രാസ് ആൻഡ് സോൾഡർ. അപ്പോൾ ഒരു അലോയ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹോമോജീനിയസ് സോളിഡ് മിക്സ്ചർ ഓഫ് 2 or more elements in which at least one is a metal. അതായത് ഒരു 2 or more elements കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സോളിഡ് മിക്സ്ചറാണ് എന്ത്, അലോയ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ 2 or more എലമെൻറ്റ്സിൽ ഒരു എലമെൻറ്റെങ്കിലും എന്താവണം, മെറ്റലായിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ രണ്ട് അലോയ്സൊക്കെ എക്സാമ്പിളാണ് ബ്രാസും സോൾഡറും. ബ്രാസിൽ അടങ്ങിയിട്ടുള്ള 2 എലമെൻറ്റ്സാണ് കോപ്പറും സിങ്കും. സോൾഡറിലുള്ള 2 എലമെൻറ്റ്സാണ് ലെഡും ടിന്നും. ഓക്കെ, അപ്പോൾ അലോയ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സ്റ്റീൽ ഒരു അലോയാണ്. ഓക്കെ, അപ്പോൾ അലോയ്സ് എന്ന് പറഞ്ഞാൽ ഒരു 2 or more എലമെൻറ്റ്സിൻ്റെ ഒരു സോളിഡ് മിക്സ്ചർ ആയിരിക്കും. അതിൽ വൺ ഓഫ് ദ മെറ്റൽ എലമെൻറ്റ് എന്തായിരിക്കും, മെറ്റലായിരിക്കും. അതാണ് കണ്ടീഷൻ. ഓക്കെ, ഇനി ഗിവ് എനി 2 പർപ്പസ് ഓഫ് മേക്കിംഗ് അലോയ്സ്. ഇപ്പോൾ നമ്മൾ എന്തിനാ അലോയ്സ് മേക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ നമ്മൾ സ്റ്റീൽ പറഞ്ഞു. സ്റ്റീൽ എന്ന് പറയുന്നത് അയണിൻ്റെ ഒരു അലോയാണ്. അയൺ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഒരു അലോയാണ് സ്റ്റീൽ എന്ന് പറയുന്നത്. അപ്പോൾ അയൺ യൂസ് ചെയ്താൽ, അയൺ മാത്രം നമ്മൾ യൂസ് ചെയ്താൽ അതിൻ്റെ ഒരു ഇതാണ് ഡീമെറിറ്റാണ് എന്ത്, അത് പെട്ടെന്ന് കൊറോഷൻ സംഭവിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മൾ അയൺ നമ്മൾ സ്റ്റീലാക്കി കൺവേർട്ട് ചെയ്താൽ, സ്റ്റീൽ എന്നുള്ള അലോയ് യൂസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് പെട്ടെന്ന് കൊറോഡ് ചെയ്യൂല. അപ്പോൾ നമുക്ക് അവിടെ കൊറോഷൻ റെസിസ്റ്റൻസ് ഒന്ന് ഇൻക്രീസ് ചെയ്യിക്കാൻ പറ്റും. വേറൊന്ന് മെറ്റലിൻ്റെ ഹാർഡ്നെസ് കൂട്ടാൻ പറ്റും. അപ്പോൾ നമ്മൾ അയണിലേക്ക് കുറച്ച് കാർബണും കൂടി ആഡ് ചെയ്താൽ അത് അയണിനേക്കാളും ഹാർഡായിട്ട് മാറും അത്. അതുകൊണ്ട് തന്നെ മെറ്റലിൻ്റെ ഹാർഡ്നെസ് ഇൻക്രീസ് ചെയ്യിക്കുക, അതുപോലെ തന്നെ മെറ്റലിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് ലോവർ ചെയ്യിക്കുക, അതുപോലെ തന്നെ കളർ മോഡിഫിക്കേഷൻ, ഇതൊക്കെയാണ് നമ്മൾ അലോയ് മേക്ക് ചെയ്യാനുള്ള പർപ്പസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ്, വാട്ട് ആർ റിഫ്രാക്ടറി മെറ്റീരിയൽസ്, ഗിവ് ആൻ എക്സാമ്പിൾ, ഗിവ് എനി 4 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിഫ്രാക്ടറി മെറ്റീരിയൽ. റിഫ്രാക്ടറി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ refractories are heat resistant materials that are used for high temperature furnace and reactors etc. അതായത് ഹീറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് മെറ്റീരിയൽസിനാണ് നമ്മൾ എന്ത് പറയുക, റിഫ്രാക്ടറീസ് അല്ലെങ്കിൽ റിഫ്രാക്ടറി മെറ്റീരിയൽ എന്ന് പറയുന്നത്. എത്ര ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്താലും അതിനെന്ത് ചെയ്യാൻ പറ്റും, അതിനെ സർവൈവ് ചെയ്ത് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇത്തരം മെറ്റീരിയൽസിനുണ്ടാവും. ഈ ഒരു കപ്പാസിറ്റിനെ, ദ കപ്പാസിറ്റി ഓഫ് എ മെറ്റീരിയൽ ടു വിത്ത്സ്റ്റാൻഡ് ദ ഹീറ്റ് ഈസ് കോൾഡ് റിഫ്രാക്ടറിനെസ്. അതായത് ഹീറ്റിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള, ഹീറ്റിനെ റെസിസ്റ്റ് ചെയ്ത് നിർത്താനുള്ള ആ ഒരു മെറ്റീരിയലിൻ്റെ കപ്പാസിറ്റിക്ക് പറയുന്ന പേരാണ് എന്ത്, റിഫ്രാക്ടറിനെസ് എന്ന്. ഓക്കെ, അപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ സിലിക്കൺ കാർബൈഡ്. ഇനി ഈ റിഫ്രാക്ടറീസിൻ്റെ പ്രോപ്പർട്ടീസാണ് എന്തൊക്കെ, അത് ഇൻഫ്യൂസിബിൾ ആയിരിക്കും, മെൽറ്റ് ചെയ്യൂല, മെൽറ്റ് ചെയ്യാത്ത ടൈപ്പ് മെറ്റീരിയൽസ് ആയിരിക്കും. അതുപോലെ തന്നെ അതിന് ക്രാക്സ്, നമ്മൾ എത്ര ടെമ്പറേച്ചർ യൂസ് ചെയ്താലും ക്രാക്സോ ബെൻഡോ ഡീഫോർമേഷനോ ഒന്നും സംഭവിക്കില്ല. ഓക്കെ, അതുപോലെ തന്നെ തെർമൽ ഷോക്കിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സൈസ് ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് അതിൻ്റെ സൈസിലൊന്നും കാര്യമായിട്ട് ചേഞ്ച് നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ,
ഇനി വാട്ട് ആർ ഹോമോപോളിമേഴ്സ് ആൻഡ് കോപോളിമേഴ്സ്? ഗിവ് വൺ എക്സാമ്പിൾ ഫോർ ഈച്ച്. അതായത് പോളിമേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് മോളിക്യൂൾ ആയിരിക്കും, അതായത് സ്മോൾ മോളിക്യൂൾസ്. നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇത് നിങ്ങൾ ഈ പിക്ചർ നോക്കൂ. ഇതിപ്പോൾ ഒരുപാട് ചെറിയ ചെറിയ സ്മോൾ മോളിക്യൂൾസ് ആണ്. ഇതിങ്ങനെ ഈ മോളിക്യൂൾസ് കമ്പൈൻ ചെയ്ത് ഒരു ബിഗ് മോളിക്യൂൾ ഫോം ചെയ്യുകയാണെങ്കിൽ നമ്മളതിനെ പോളിമർ എന്ന് പറയും. ഈ ഓരോ ചെറിയ മോളിക്യൂൾസ് നമ്മൾ എന്ത് പറയും? മോണോമർ. ഈ ഓരോ മോളിക്യൂൾസ് നമ്മൾ മോണോമർ എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ മോണോമേഴ്സ് കമ്പൈൻ ചെയ്തുകൊണ്ടാണ് പോളിമർ ഫോം ചെയ്യുന്നതെന്നാണ് പറയാം. ഓക്കെ, ഇനി പോളിമേഴ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഹോമോ പോളിമറും കോ പോളിമറും. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ തന്നെ നോക്ക്. ഇതിലുള്ള എല്ലാ മോണോമേഴ്സും സെയിം ടൈപ്പ് ആണെങ്കിൽ, അതായത് വൺ ടൈപ്പ് ഓഫ് മോണോമർ എന്നാണ് ആ പോളിമർ ഫോം ചെയ്തിട്ടുള്ളത്. പോളിമേഴ്സ് ഫോംഡ് ഫ്രം ഓൺലി വൺ ടൈപ്പ് ഓഫ് മോണോമർ, ഒരു ടൈപ്പ് മോണോമേഴ്സ് മാത്രമേ ഉള്ളൂ അതിൽ. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ ഹോമോ പോളിമർ എന്ന് പറയും. അതിൻ്റെ എക്സാമ്പിളാണ് പോളിത്തീൻ. ഓക്കെ, ദെൻ കോ പോളിമർ എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇവിടെ നോക്കുക, ആദ്യം ഈ ഒരു റൗണ്ടിലുള്ള ഒരു മോളിക്യൂൾ, പിന്നെ ഒരു സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ജോയിൻ ചെയ്തു, പിന്നെ വീണ്ടും ആ റൗണ്ടിലുള്ള മോളിക്യൂൾ, പിന്നെ ഒരു സ്ക്വയർ ടൈപ്പ്, ഇങ്ങനെ ഈ രണ്ട് ടൈപ്പ് മോണോമേഴ്സ് ജോയിൻ രണ്ടോ രണ്ടിൽ കൂടുതലോ, അതായത് മോർ ദാൻ വൺ ടൈപ്പ് ഓഫ് മോണോമേഴ്സ് എന്നാണ് പറയാം. അപ്പോൾ ഒന്നിൽ കൂടുതൽ മോണോമേഴ്സ് ജോയിൻ ചെയ്തിട്ടാണ് ആ പോളിമർ ഫോം ചെയ്തിട്ടുള്ളതെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? കോ പോളിമേഴ്സ് എന്ന് പറയും. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ബ്യൂണായസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് ലിസ്റ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ തെർമോപ്ലാസ്റ്റിക്സ് ആൻഡ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ്. ഇവിടെ നോക്ക്, തെർമോപ്ലാസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റിയ പോളിമേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ PVCൻ്റെ കേസിലൊക്കെ അറിയാമല്ലോ. PVC എന്താ, ഇപ്പോൾ നമുക്ക് ഒന്ന് ചൂടാക്കിയാൽ ഹീറ്റ് ചെയ്താൽ നമുക്ക് ഏത് ഷേപ്പിലോട്ട് വേണമെങ്കിലും നമുക്ക് ഫിറ്റും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഹീറ്റ് പോയതിൻ്റെ ശേഷം, കൂളായതിൻ്റെ ശേഷം അത് ആ മോൾഡ്, ആ ഷേപ്പ് എങ്ങനെയാണ് ആ ഷേപ്പിൽ അത് നിൽക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ തെർമോപ്ലാസ്റ്റിക് അറിയുന്നത് നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റിയ ടൈപ്പ് പോളിമേഴ്സിനെ നമ്മൾ തെർമോപ്ലാസ്റ്റിക് എന്നും, റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത പ്ലാസ്റ്റിക്സിനെ അല്ലെങ്കിൽ പോളിമേഴ്സിനെ നമ്മൾ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് എന്ന് പറയും. തെർമോപ്ലാസ്റ്റിക് അതുപോലെ തന്നെ ഒരു അഡീഷൻ പോളിമറൈസേഷൻ്റെ ഒരു എക്സാമ്പിളാണ്. തെർമോസെറ്റിംഗ് ആണെങ്കിൽ കണ്ടൻസേഷൻ പോളിമറൈസേഷന് എക്സാമ്പിളാണ്. ഓക്കെ, തെർമോപ്ലാസ്റ്റിക് ഒരു ലീനിയർ പോളിമറാണെന്ന് പറയാൻ പറ്റും. അതായത് ലീനിയർ എന്ന് പറഞ്ഞാൽ ഒരു ലീനിയറായിട്ട് പോകുന്ന ഒരു പോളിമറായിരിക്കും. അതേസമയം തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക് ആണെങ്കിൽ ഇപ്പോൾ രണ്ട് ലീനിയർ ചെയിൻസ്, അതിന് തമ്മിൽ ഇടയിൽ എന്തുണ്ടാകും? ഒരു ക്രോസ് ലിങ്ക് ഉണ്ടാകും. ഓക്കെ, ഇതിനെയാണ് ക്രോസ് ലിങ്ക്ഡ് പോളിമർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇതേ സോഫ്റ്റ് ഓൺ ഹീറ്റിംഗ് ആണ് തെർമോപ്ലാസ്റ്റിക്കിൻ്റെ കേസിൽ. അതേസമയം ഹാർഡായിട്ട് ഹീറ്റ് ചെയ്താൽ ഹാർഡായിട്ട് മാറുന്നതാണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. ഇപ്പോൾ PVC, പോളിസ്റ്റൈറിനൊക്കെ തെർമോപ്ലാസ്റ്റിക്സിന് എക്സാമ്പിളാണ്. അപ്പോൾ തന്നെ ബാക്ക്ലൈറ്റ്, മെൽമാക്ക് അതൊക്കെ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് വൾക്കനൈസേഷൻ. അപ്പോൾ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഡിഫൈൻ വൾക്കനൈസേഷൻ ആൻഡ് ഗിവ് എനി 2 അഡ്വാൻറ്റേജസ് ഓഫ് വൾക്കനൈസ്ഡ് റബ്ബർ. വൾക്കനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഹീറ്റിംഗ് ഓഫ് നാച്ചുറൽ റബ്ബർ വിത്ത് സൾഫർ, അതായത് നാച്ചുറൽ റബ്ബറിൻ്റെ കൂടെ സൾഫറും കൂടി ആഡ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് വൾക്കനൈസേഷൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടിയ റബ്ബർ ദസ് ഒബ്റ്റെയിൻഡ് ഈസ് കോൾഡ് വൾക്കനൈസ്ഡ് റബ്ബർ. ഇങ്ങനെ കിട്ടിയ റബ്ബറിന് നമ്മൾ വൾക്കനൈസ്ഡ് റബ്ബർ എന്ന് പറയും. ഓക്കെ, ഈ വൾക്കനൈസേഷൻ എന്താ സംഭവിച്ചാലും വൾക്കനൈസേഷൻ ഇൻട്രൊഡ്യൂസസ് സൾഫർ ക്രോസ് ലിങ്ക്സ് ബിറ്റ്വീൻ മോളിക്കുലാർ ചെയിൻസ്. ഇപ്പോൾ റബ്ബറിൻ്റെ മോളിക്കുലാർ ചെയിൻസ് ആണിത്. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ആദ്യം നാച്ചുറൽ റബ്ബർ. പിന്നെ നമ്മൾ വൾക്കനൈസേഷൻ നടത്തിയാൽ, അതായത് സൾഫർ വെച്ച് ഹീറ്റ് ചെയ്താൽ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പിൽ എന്ത് വരും? മോളിക്കുലാർ ചെയിൻസ് തമ്മിൽ സൾഫറിൻ്റെ ഒരു ക്രോസ് ലിങ്കേജ് വരും. ഓക്കെ, ഇതാണ് വൾക്കനൈസേഷൻ എന്നുള്ള പ്രോസസ്സ്. ഓക്കെ, ഈ വൾക്കനൈസേഷൻ നടത്തുന്നതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. വൾക്കനൈസേഷൻ വഴി എന്ത് ചെയ്യും? റബ്ബറിൻ്റെ ടെൻസൈൽ സ്ട്രെങ്ത്ത്, അതുപോലെ തന്നെ അബ്രേഷൻ റെസിസ്റ്റൻസ് ഒക്കെ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ റബ്ബറിൻ്റെ തെർമൽ റെസിസ്റ്റൻസ് കൂടും, ഇലാസ്റ്റിസിറ്റി കൂടും. ഇതൊക്കെയാണ് വൾക്കനൈസേഷൻ്റെ അഡ്വാൻറ്റേജസ്. ഓക്കെ, ഇനി എക്സ്പ്ലെയിൻ ദ ക്ലാസിഫിക്കേഷൻ ഓഫ് നാനോ മെറ്റീരിയൽസ് ബേസ്ഡ് ഓൺ ഡയമെൻഷൻ വിത്ത് വൺ എക്സാമ്പിൾ ഫോർ. അതായത് 1 നാനോമീറ്റർ ടു 100 നാനോമീറ്റർ, ഈ ഒരു റേഞ്ചിലാണ് ഒരു പാർട്ടിക്കിളിൻ്റെ, ഒരു മെറ്റീരിയലിൻ്റെ പാർട്ടിക്കിൾ സൈസെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? നാനോ മെറ്റീരിയൽസ് എന്ന് പറയും. ഓക്കെ, നാനോ മെറ്റീരിയൽസ് അറിയേണ്ട അതിൻ്റെ പാർട്ടിക്കിൾ സൈസ് എന്തായിരിക്കും? 1 നാനോമീറ്റർ ടു 100 നാനോമീറ്ററിൻ്റെ
ആ ഒരു റേഞ്ചിലായിരിക്കും. അപ്പോൾ ഈ നാനോ മെറ്റീരിയൽസ് നമുക്ക് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. 0 ഡയമെൻഷനൽ, 1 ഡയമെൻഷനൽ, അതുപോലെ തന്നെ 2 ഡയമെൻഷനൽ. അപ്പോൾ ഏതൊരു പാർട്ടിക്കിളിൻ്റെ കേസിലും എന്തുണ്ടാവും? 3 ഡയമെൻഷൻസ് ഉണ്ടാവും. എക്സ്, വൈ, സെഡ്, ഈ 3 ഡയമെൻഷൻസ് ഉണ്ടാവും. അപ്പോൾ അതേ 0 ഡയമെൻഷൻ്റെ കേസിലാണെങ്കിൽ ഈ 3 ഡയമെൻഷൻസും 0 ഡയമെൻഷനൽ നാനോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അതിൽ ഈ 3 ഡയമെൻഷൻസും ഈ ഒരു റേഞ്ചിലാണ് വരുന്നതെങ്കിൽ, അതായത് 1 നാനോമീറ്റർ ടു 100 നാനോമീറ്റർ, അതായത് ലെസ് ദാൻ 100 നാനോമീറ്റർ, ഈ ഒരു റേഞ്ചിലാണ് വരുന്നതെങ്കിൽ നമ്മളതിന് 0 ഡയമെൻഷൻസ്, അതായത് ഒരു ഡയമെൻഷൻസ് എന്തായിട്ടില്ല, ഔട്ട്സൈഡ് ദി നാനോ സ്കെയിലിൽ വന്നിട്ടില്ല. അതേസമയം 1 ഡയമെൻഷനലാണെങ്കിലും 3 ഡയമെൻഷൻസിൽ ഒരു ഡയമെൻഷൻ മാത്രം എന്ത് ചെയ്തിരിക്കണേ, ഔട്ട്സൈഡ് ദി ഈ ഒരു റേഞ്ചിന് പുറത്ത് പോയിട്ടുണ്ട്, ഔട്ട്സൈഡ് ദി നാനോ സ്കെയിലിൽ വന്നിട്ടുണ്ട്. ബാക്കി 2 ഡയമെൻഷൻസും എന്താണ്, 1 നാനോമീറ്റർ ടു 100 നാനോമീറ്റർ എന്നുള്ള ഈ ഒരു റേഞ്ചിലായിരിക്കും അതിൻ്റെ പാർട്ടിക്കിൾ സൈസ് വരുന്നത്. 2 ഡയമെൻഷനിലെ കേസിൽ 2 എന്ത് ചെയ്തിരുന്നു, ഔട്ട്സൈഡ് ദി നാനോ സ്കെയിലും 1 മാത്രമേ എന്ത് വന്നിട്ടുള്ളൂ, ഈ ഒരു റേഞ്ചിൽ വന്നിട്ടുള്ളൂ. ഓക്കെ, ഇതാണ് 0 ഡയമെൻഷനൽ, 1 ഡയമെൻഷനൽ ആൻഡ് 2 ഡയമെൻഷൻ. 0 ഡയമെൻഷനിന് എക്സാമ്പിളാണ് എന്ത്, നാനോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ 1 ഡയമെൻഷനിലെ എക്സാമ്പിളാണ് നാനോ റോഡ്സ്. 2 ഡയമെൻഷനിലെ എക്സാമ്പിളാണ് നാനോ ഫിലിംസ് ഒക്കെ. ഓക്കെ, ഇനി ലിസ്റ്റ് ഇനി 5 ആപ്ലിക്കേഷൻസ് ഓഫ് നാനോ മെറ്റീരിയൽസ്. നാനോ മെറ്റീരിയൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാറ്റലിസ്റ്റ് ആയിക്കാണ്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ട്യൂമേഴ്സ് ഡിറ്റക്റ്റ് ചെയ്യാനും അതിനെ ട്രീറ്റ്മെൻറ്റ് നടത്താനും ട്യൂമർ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യാനൊക്കെ നമുക്ക് നാനോ മെറ്റീരിയൽസ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ DNA മാപ്പിങ്ങിന്, അതുപോലെ തന്നെ നമ്മുടെ മെഡിസിൻസ് അതിൻ്റെ നമ്മുടെ ബോഡിയിലെ എക്സാക്റ്റ് സ്പോട്ടിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെലിവറി നടത്തുന്നത് എന്താണ്, ഈ നാനോ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ടാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ്. ഇനി നമുക്ക് മൊഡ്യൂള് 4. ഓക്കെ, മൊഡ്യൂൾ 4 നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് മെറ്റാലിക് ആൻഡ് ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സ് തമ്മിൽ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാനും. അപ്പോൾ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന മെറ്റീരിയൽസിനെ പറയുന്ന പേരാണ് കണ്ടക്ടേഴ്സ്. ഈ കണ്ടക്ടേഴ്സ് 2 ടൈപ്പ് ഉണ്ട്, മെറ്റാലിക് കണ്ടക്ടേഴ്സും ഉണ്ട്, ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സും ഉണ്ട്. മെറ്റാലിക് കണ്ടക്ടേഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് ഡ്യൂ ടു ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആയിരിക്കും. ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ വഴിയാണ് കണ്ടക്ഷൻ ഉണ്ടാവുന്നത്. അതേസമയം ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സിൻ്റെ കേസിലാണെങ്കിൽ അയോൺസിൻ്റെ മൂവ്മെൻറ്റ് വഴിയായിരിക്കും കണ്ടക്ഷൻ സംഭവിക്കുന്നത്. ഓക്കെ, ഇവിടെ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ മാത്രമേ നടക്കുന്നുള്ളൂ, അതുകൊണ്ട് ഇവിടെ കെമിക്കൽ റിയാക്ഷൻസ് ഒന്നും നടക്കണില്ല, അതുകൊണ്ട് ഇവിടെ നോ കെമിക്കൽ ചേഞ്ച് ആണ്. അതേസമയം ഇവിടെ എന്താണ്, അയോൺസ് ഫോം ചെയ്യുന്നുണ്ട്, കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ കെമിക്കൽ ചേഞ്ച് ടേക്സ് പ്ലേസ്. ഓക്കെ, ഇവിടെ ട്രാൻസ്ഫർ ഓഫ് മാറ്റർ ഒന്നുമില്ല. അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സിൻ്റെ കേസിലാണെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് മാറ്റർ ടേക്സ് പ്ലേസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മെറ്റാലിക് കണ്ടക്ടേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് മെറ്റൽസ്. അതായത് മെറ്റൽസിൻ്റെ കേസിലൊക്കെ ഇപ്പോൾ നമ്മൾ കോപ്പർ, അലുമിനിയം പോലെയുള്ള മെറ്റൽസിലൊക്കെ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ ആണ് നടക്കുന്നത്. അതൊരു മെറ്റാലിക് കണ്ടക്ടറിന് എക്സാമ്പിളാണ്. ആസിഡ്, ബേസ് ഇതൊക്കെ എന്താണ്, ഇലക്ട്രോലൈറ്റിക് കണ്ടക്ടേഴ്സിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി വേറൊരു ക്ലാസിഫിക്കേഷനാണ് സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടാവും, വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടാവും. ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ അതായത് ഡിസോൾവ് ചെയ്താൽ അയോൺസ് ഫോം ചെയ്യുന്ന സൊല്യൂഷൻസിനെ പറയുന്ന പേരാണ് ഇലക്ട്രോലൈറ്റ്സ് എന്ന്. ഇലക്ട്രോലൈറ്റ്സ് 2 ടൈപ്പ് ഉണ്ട്, സ്ട്രോങ്ങും ഉണ്ട്, വീക്കും ഉണ്ട്. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ഒരു സൊല്യൂഷൻ കംപ്ലീറ്റ് അയോൺസ് ആയിട്ട് മാറുകയാണ്. ഇപ്പോൾ ഒരു ബൗളിൽ ഒരു 10 മോളിക്യൂൾസ് ഓഫ് എന്തുണ്ട്, ഒരു 10 മോളിക്യൂൾസ് ഓഫ് സോഡിയം ക്ലോറൈഡ് അയോൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിൽ 10 എന്തായിട്ട് മാറി, അതായത് NaCl ഡിസോസിയേറ്റ് ചെയ്താൽ എന്താ ഫോം ചെയ്യുക, Na+ഉം Cl- അല്ലേ. ഇതിൽ 10 മോളിക്യൂൾസ് എന്തായി, കംപ്ലീറ്റ് ഡിസോസിയേഷൻ നടന്നുകൊണ്ട് അയോൺസ് ആയിട്ട് മാറി, Na+ഉം Cl- ആയിട്ട് മാറി. അതിനാണെങ്കിൽ നമ്മൾ എന്തിന് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയും. അതേസമയം വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ആണെങ്കിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട് അതിൻ്റെ ഒരു ഏകദേശം അത് കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്യൂല, അയോൺസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യൂല, പാർഷ്യൽ ഡിസോസിയേഷനേ നടക്കുള്ളൂ. ഒരു 10 ഒരു 5 എണ്ണം അല്ലെങ്കിൽ 10 ഒരു 6 എണ്ണം ഇതൊക്കെയാണ് ഇത്തരം മോളിക്യൂൾസ് ആണ് ഡിസോസിയേറ്റ് ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, അതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്, കറക്റ്റ് അങ്ങനെയല്ല കേട്ടോ. ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തെന്നുള്ളൂ. പാർഷ്യൽ ഡിസോസിയേഷൻ ആണെങ്കിൽ അതിന് വീക്ക് ഇലക്ട്രോലൈറ്റ്സ് എന്നും, കംപ്ലീറ്റ് ഡിസോസിയേഷൻ ആണെങ്കിൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് എന്നും പറയും. ഓക്കെ, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൻ്റെ കേസിൽ എന്തായിരിക്കും, കണ്ടക്ടിവിറ്റി, അതായത് ഇലക്ട്രിസിറ്റി
കണ്ടക്ഷൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ കേസിൽ കണ്ടക്ടിവിറ്റി എന്തായിരിക്കും? ലോ ആയിരിക്കും. ഇനി ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ്ഡ് ബൈ അയോൺസ് ആണെങ്കിൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്, അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ്ഡ് ബൈ ഇലക്ട്രോലൈറ്റ്സ് ആണെങ്കിൽ വീക്ക് ഇലക്ട്രോലൈറ്റ്സ്. ഇനി സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും ഏതിലാണ് വരുന്നത്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൻ്റെ കേസിലാണ് വരുന്നത്. വീക്ക് ആസിഡും വീക്ക് ബേസും എന്തിന് എക്സാമ്പിൾസ് ആണ്? വീക്ക് ഇലക്ട്രോലൈറ്റ്സിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇനി വേറൊരു ടോപ്പിക്കാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞത്. ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സ്, അതായത് ഒരു മെറ്റലിൻ്റെ മുകളിൽ വേറൊരു മെറ്റൽ കോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെന്ത് പറയും? ഇലക്ട്രോ പ്ലേറ്റിംഗ് എന്ന് പറയും. നമ്മളോട് ചോദിച്ചിട്ടുള്ള റൈറ്റ് ഡൗൺ ദ പ്രൊസീജിയർ ഫോർ ഇലക്ട്രോ പ്ലേറ്റിംഗ് ഓഫ് എ മൈൽഡ് സ്റ്റീൽ സ്പൂൺ വിത്ത് നിക്കൽ. അതായത് ഒരു മൈൽഡ് സ്റ്റീൽ സ്പൂണിൻ്റെ മുകളിൽ നമുക്ക് നിക്കൽ കോട്ട് ചെയ്യണം. അതിൻ്റെ ഒരു ഇലക്ട്രോ പ്ലേറ്റിംഗ് പ്രൊസീജിയർ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഏത് മെറ്റലിൻ്റെ മുകളിലാണോ നമുക്ക് വേറൊരു മെറ്റൽ കോട്ട് ചെയ്യേണ്ടത്, ആ മെറ്റൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പോൾ നമ്മൾക്ക് സ്റ്റീൽ സ്പൂണിൻ്റെ മുകളിലാണ് നിക്കൽ കോട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് സ്റ്റീൽ സ്പൂൺ നമ്മൾ എന്താക്കി എടുക്കും? കാഥോഡ് ആക്കി എടുക്കും. അതേപോലെ തന്നെ നിക്കലാണ് കോട്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മളതിന് എന്ത് ചെയ്യും? ഒരു നിക്കലിൻ്റെ റോഡ് നമ്മൾ എന്ത് ചെയ്യും? ഇലക്ട്രോഡ് നമ്മൾ ആനോഡ് ആക്കി എടുക്കും. കാഥോഡിലെപ്പോഴും എന്താണ്? റിഡക്ഷനാണ് സംഭവിക്കുക. ആനോഡിലെപ്പോഴും ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്ന പ്രോസസ്സിന് ഓക്സിഡേഷൻ എന്നും ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിന് എന്ത് പറയും? റിഡക്ഷൻ എന്നും പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ ആനോഡും കാഥോഡും അതൊരു ഇലക്ട്രിക് സപ്ലൈയുമായിട്ട് കണക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് നമ്മുടെ ഏത് മെറ്റലാണോ കോട്ട് ചെയ്യേണ്ടത് ആ മെറ്റൽ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളൊരു ഇലക്ട്രോലൈറ്റ് എടുക്കും. ഇപ്പോൾ നമ്മൾ നിക്കലാണ് കോട്ട് ചെയ്യേണ്ടത്, അതുകൊണ്ട് നമ്മൾ നിക്കൽ സൾഫേറ്റ് എന്നുള്ള ഒരു സൊല്യൂഷൻ എടുത്തു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ആനോഡിൽ എന്താണ്? നിക്കലാണ്, കാഥോഡിൽ സ്റ്റീലാണ്. ഇവിടെ നോക്ക്, ഇനി ഇവിടെ ഓക്സിഡേഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കാൻ പോകണം ആനോഡിൻ്റെ കേസിൽ. അപ്പോൾ നിക്കൽ എന്തായിട്ട് മാറും? നിക്കൽ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. നിക്കൽ എന്ത് ചെയ്യും? നിക്കൽ 2+ 2 ഇലക്ട്രോണായിട്ട് ഓക്സിഡൈസ് ചെയ്യും. എന്നിട്ട് ഈ 2 ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഈ ഒരു വയറിലൂടെ എന്ത് ചെയ്യും? കാഥോഡിലെത്തും. അവിടെ എത്തിയതിൻ്റെ ശേഷം ഈ സൊല്യൂഷൻസിലുള്ള നിക്കൽ 2+ എന്ത് ചെയ്യും? ഈ 2 ഇലക്ട്രോൺസിന് ഇവിടെ എത്തിയിട്ടുള്ള കാഥോഡിലുള്ള 2 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നിക്കലായിട്ട് ഇതിൻ്റെ ഈ ഒരു സ്റ്റീൽ സ്പൂണിൻ്റെ മുകളിൽ ഇങ്ങനെ കോട്ട് ചെയ്യും. ഇതാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഏതാണ് ആനോഡും കാഥോഡായിട്ട് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഓക്കെ, അത്രയാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ്. ഇനി നമുക്ക് പറയാനുള്ളത് ഗിവ് ദ ഇലക്ട്രോ റിയാക്ഷൻസ് ആൻഡ് നെറ്റ് റിയാക്ഷൻസ് ഇൻ ഡാനിയൽ സെല്ല്. ഡാനിയൽ സെല്ല് അറിയേണ്ട ഒരു ഗാൽവാനിക് സെല്ല് അല്ലെങ്കിൽ ഇലക്ട്രോ കെമിക്കൽ സെല്ലിന് എക്സാമ്പിളാണ്. ഇലക്ട്രോ കെമിക്കൽ സെല്ല് അല്ലെങ്കിൽ ഗാൽവാനിക് സെല്ല് എന്ന് പറഞ്ഞാൽ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്ന ഒരു സെല്ലാണ് എന്ത്? ഗാൽവാനിക് സെല്ല് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്ക്, ഇപ്പോൾ ഡാനിയൽ സെല്ല് അതിനൊരു എക്സാമ്പിളാണ്. ഇപ്പോൾ ഡാനിയൽ സെല്ലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിൻ്റെ ആനോഡ് എന്ന് പറയുന്നത് സിങ്ക് ഇലക്ട്രോഡ് ആയിരിക്കും, കാഥോഡ് എന്ന് പറയുന്നത് കോപ്പർ ഇലക്ട്രോഡ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആനോഡ് എന്ന് പറയുന്നത് സിങ്ക് ഇലക്ട്രോഡ് ഡിപ്ഡ് ഇൻ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷൻ. അതേപോലെ തന്നെ കാഥോഡ് എന്ന് പറയുന്നത് കോപ്പർ റോഡ് ഡിപ്ഡ് ഇൻ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ. ഇതാണ് അതിൻ്റെ ആനോഡും കാഥോഡും. ആനോഡിൽ എപ്പോഴും ഓക്സിഡേഷനാണ് സംഭവിക്കുക, കാഥോഡിൽ റിഡക്ഷനും ആയിരിക്കും സംഭവിക്കുക. ഇനി എന്ത് ചെയ്യും? സിങ്ക് എന്തായിട്ട് മാറും? അപ്പോൾ ഇവിടെ സാൾട്ട് ബ്രിഡ്ജും കണക്ട് ചെയ്തിട്ടുണ്ട്. 2 സൊല്യൂഷൻസിനെ സാൾട്ട് ബ്രിഡ്ജ് വെച്ചുകൊണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സിങ്ക് ഇവിടെ എന്ത് ചെയ്യും? സിങ്ക് 2+ 2 ഇലക്ട്രോൺസ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യും. ഈ കേസിൽ എന്ത് ചെയ്യും? ഈ റോഡിൽ നിന്നുള്ള സിങ്ക് ആറ്റംസ് Zn2+ ആയിട്ട് സൊല്യൂഷനിലേക്ക് ഇറങ്ങും. പിന്നുള്ള 2 ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഈ വയറിലൂടെ എന്ത് ചെയ്യും? കാഥോഡിലെത്തും. കാഥോഡിലെത്തിയതിൻ്റെ ശേഷം എന്ത് ചെയ്യും? ഈ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലുള്ള Cu2+ അയോൺസ് എന്ത് ചെയ്യും? ഈ 2 ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് കോപ്പറായിട്ട് അവിടെ ആ ഒരു കോപ്പർ ഇലക്ട്രോണിൻ്റെ മുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് ഡാനിയൽ സെല്ലിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആനോഡും കാഥോഡും ഏതൊക്കെയാണെന്നുള്ളത് ഓർത്തു വെക്കുക. ഓക്കെ, ഇനി ഈ ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്തുകൊണ്ട്, അതായത് ഇലക്ട്രിക്കൽ എനർജിയെ
കെമിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, ഇലക്ട്രോളിസിസ് എന്ന് പറഞ്ഞാൽ. ഈ ഇലക്ട്രോളിസിസുമായി ബന്ധപ്പെട്ട് 2 ലോസ് നമുക്ക് പഠിക്കാണ്ട്, ഫാരഡേസിൻ്റെ ഫസ്റ്റ് ലോയും ഫാരഡേസിൻ്റെ സെക്കൻഡ് ലോയും. ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നോക്ക്, അതായത് ഇത് ആനോഡ്, ഇത് കാഥോഡ്, അതൊരു ബാറ്ററിയുമായിട്ട് ഒരു സെല്ലുമായിട്ട് നമ്മൾ കണക്ട് ചെയ്തുക്കണം. ഓക്കെ, ഇനി എന്ത് ചെയ്യും, ഇപ്പോൾ നമ്മൾ ഇതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ, നമ്മൾ സ്വിച്ച് ഓൺ ചെയ്താൽ ഇതിലൂടെ കറൻറ്റ് പാസ് ചെയ്യും. ഓക്കെ, ഈ സൊല്യൂഷൻസിലൂടെ ആണെങ്കിൽ അവിടെ ഇലക്ട്രോലൈറ്റിക് കണ്ടക്ഷൻ ആയിരിക്കും, വയറിലൂടെ ആണെങ്കിൽ മെറ്റാലിക് കണ്ടക്റ്റൻസും ആയിരിക്കും സംഭവിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന, അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു ഇലക്ട്രോഡുമിൽ ഡെപ്പോസിഷനും ഒരു ഇലക്ട്രോഡുമിൽ ലിബറേഷനുമാണ് സംഭവിക്കുന്നത്. അപ്പം നേരത്തെ ഡാനിയൽ സെല്ലിൻ്റെ കേസിലൊക്കെ കണ്ടു. ഓക്കെ, അപ്പോൾ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് അറ്റ് എനി ഇലക്ട്രോഡ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ഇലക്ട്രിസിറ്റി. ഈ ഇലക്ട്രിസിറ്റിയുമായിട്ട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ എത്ര എമൗണ്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്തു അതിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അതിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ കൂടുതൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ കൂടുതൽ ഡെപ്പോസിഷൻ നടക്കും. ഓക്കെ, ഇതാണ് ഫാരഡേസിൻ്റെ ഫസ്റ്റ് ലോ. അപ്പോൾ അതിൻ്റെ കെമിക്കൽ ഫോർമുല എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ക്യൂ ആണ്, അതായത് ചാർജിനോട്, ഇലക്ട്രിസിറ്റിനോട്. അപ്പോൾ ഈ ക്യൂ നമുക്ക് പ്രൊപ്പോർഷണാലിറ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് വെച്ച് കണ്ട് ZQ എന്ന് പറയും. Z എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്, ഇലക്ട്രോ കെമിക്കൽ ഈക്വാലൻ്റ് ആണ്. ഇലക്ട്രോകെമിക്കൽ ഈക്വാലൻ്റ് എന്ന് പറയും. ഓക്കെ, ഇനി W ഈക്വൽ ടു ക്യൂന, ചാർജ് നമുക്ക് എങ്ങനെ എഴുതാം, I ഇൻറ്റു ടി എന്ന് എഴുതാം. അതായത് I എന്ന് പറഞ്ഞാൽ കറൻറ്റ്, T എന്ന് പറഞ്ഞാൽ ടൈം. അപ്പോൾ I ഇൻറ്റു ടി എന്ന് എഴുതാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും, Z ഇൻറ്റു I ഇൻറ്റു ടി, Z ഇൻറ്റു I ഇൻറ്റു ടി എന്ന് വരും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഇത് വെച്ചിട്ട് പ്രോബ്ലംസും വരാറുണ്ട്. ഓക്കെ, ഇനി ഫാരഡേസിൻ്റെ സെക്കൻഡ് ലോ ആണ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത്. ഫാരഡേസിൻ്റെ ഫസ്റ്റ് ലോയിൽ നമ്മൾ ഇലക്ട്രിസിറ്റി അതായത് ഒരു സബ്സ്റ്റൻസിൻ്റെ കേസാണ് പറഞ്ഞത്. അവിടെ നമ്മൾ ഇലക്ട്രോലൈറ്റ് സെയിം ആയിരുന്നു, പക്ഷെ അവിടെ ഇലക്ട്രിസിറ്റി കൂടിയാൽ ഡെപ്പോസിഷനും കൂടുമെന്ന് പറഞ്ഞു. അതേസമയം ഫാരഡേസ് സെക്കൻഡ് ലോൻ്റെ കേസിൽ ഇവിടെ നോക്കി, വെൻ സെയിം ക്വാണ്ടിറ്റി ഓഫ് കറൻറ്റ് ഈസ് പാസിങ് ത്രൂ ഡിഫറെൻറ്റ് ഇലക്ട്രോലൈറ്റ്. ഇവിടെ 2 ഡിഫറെൻറ്റ് ഇലക്ട്രോലൈറ്റ് ഉണ്ട്. ഇതൊരു E1 എന്നുള്ള ഇലക്ട്രോലൈറ്റ്, ഇതൊരു E2 എന്നുള്ള ഇലക്ട്രോലൈറ്റ്. ഓക്കെ, നമ്മൾ കറൻറ്റ് കൊടുത്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യും, രണ്ടിലും സെയിം കറൻറ്റാണ് കൊടുത്തത്. ഓക്കെ, ഈസ് പാസിങ് ത്രൂ ഡിഫറെൻറ്റ് ഇലക്ട്രോലൈറ്റ്. ദ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് അറ്റ് എനി ഇലക്ട്രോഡ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു അതിൻ്റെ ഇക്വാലൻ മാസ്. അപ്പോൾ ഇതിലൂടെ ഇവിടെ ഈ E1ൻ്റെ കേസിലും E2ൻ്റെ കേസിലും ഫസ്റ്റ് ഇലക്ട്രോലൈറ്റിലും സെക്കൻഡ് ഇലക്ട്രോലൈറ്റിലും ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് എന്തായിരിക്കും, അതിൻ്റെ ഈക്വാലൻ മാസിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ. അതായത് ഏതൊരു ഇലക്ട്രോലൈറ്റിനും അതിനൊരു ഈക്വലൻ മാസ് ഉണ്ട്, അതിനോട് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് അതിൻ്റെ ഇക്വേഷൻ വരുന്നത് M1/M2 ഈക്വൽ ടു E1/E2. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. M1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഇലക്ട്രോലൈറ്റിൻ്റെ മാസ്, M2 എന്ന് പറയുന്നത് സെക്കൻഡ് ഇലക്ട്രോലൈറ്റിൻ്റെ മാസ്, E1 എന്ന് പറഞ്ഞാൽ ഈക്വലൻ മാസ് ഓഫ് ഫസ്റ്റ് ഇലക്ട്രോലൈറ്റ്, E2 എന്ന് പറഞ്ഞാൽ ഈക്വലൻ മാസ് ഓഫ് സെക്കൻഡ് ഇലക്ട്രോലൈറ്റ്. ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഓക്കെ, ചിലപ്പോൾ E1ഉം E2ഉം M2ഉം തരും, M1 എത്രയെന്ന് കണ്ടുപിടിക്കാൻ പറയും. അല്ലെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ടേം, 3 ടേം തന്നിട്ട് ഏതെങ്കിലും ഒരു ടേം കണ്ടുപിടിക്കാൻ പറയും. ഇത്രയാണ് നമ്മുടെ അപ്ലൈഡ് കെമിസ്ട്രിയിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും. ഇതല്ലാതെ ബാക്കിയുള്ള ടോപ്പിക്സും നിങ്ങൾ കവർ ചെയ്യണം. ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ടോപ്പിക്സും മാത്രമേ കവർ ചെയ്ത് പോയിട്ടുള്ളൂ. പിന്നെ അപ്പോൾ എക്സാം ഡേറ്റ് ഫിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.